ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ശബരിമലയിലെ കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പുനർനിർമ്മിച്ച് സ്വർണം പൂശിയപ്പോൾ കസ്റ്റംസിൽ നിന്ന് വാങ്ങിയതും സംഭാവനയായി ലഭിച്ചതും ഉൾപ്പെടെ ആകെ ലഭ്യമായ സ്വർണം 9573.010 ഗ്രാമായിരുന്നു. എന്നാൽ കൊടിമരത്തിനായി ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 9340.200 ഗ്രാമാണ്. അപ്പോൾ 238.81 ഗ്രാം സ്വർണം എവിടെ പോയി? ആര് കവർന്നു? അതായത് ഏതാണ്ട് 30 പവൻ. 5/6/2017 ദേവസ്വം മഹസർ പ്രകാരം ഒരു നടനും മറ്റു ഭക്തരും ചേർന്ന് 80.490 ഗ്രാം സ്വർണം കൈമാറി. 10/6/2017 ഒരു സിനിമാ നിർമ്മാതാവും മറ്റൊരാളും ചേർന്ന് 246.520 ഗ്രാം തനിത്തങ്കം സ്വർണ്ണ ബിസ്ക്കറ്റുകളായി കൈമാറി. 11/6/2017, 15/6/2017, 16/6/2017, 19/6/2017 എന്നീ തീയതികളിലും സമാനമായ സ്വർണ്ണ കൈമാറ്റം നടന്നു. ദേവസ്വം മാനുവൽ പ്രകാരം ഭക്തർ സ്വർണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ സംഭാവന ചെയ്യുമ്പോൾ കൃത്യമായ അളവും സ്വർണത്തിൻ്റെ സ്വഭാവവും രേഖപ്പെടുത്തി ഫോം 3A സീൽ ചെയ്ത രസീതുകൾ നിർബന്ധമായും നൽകേണ്ടതാണ്. എന്നാൽ കൊടിമരം പുനർനിർമ്മിച്ചപ്പോൾ ഭക്തർ സ്വർണം നൽകിയെന്ന പൊതുവായ പരാമർശമല്ലാതെ ഓരോ വ്യക്തിയും നൽകിയ കൃത്യമായ അളവ് രേഖകളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണ കൊടിമര നിർമ്മാണത്തിന് വേണ്ട ആകെ തുക ദേവസ്വം ചീഫ് എഞ്ചിനീയർ കണക്കാക്കിയത് 3,20,30,000 രൂപയാണ്. ഈ തുക മുഴുവനായി ആന്ധ്രയിലെ ഫോണിക്സ് ഗ്രൂപ്പ് നൽകുകയും ചെയ്തു. പിന്നെ എന്തിനു സ്വർണം സംഭാവനയായി വാങ്ങി? പണപ്പിരിവ് നടത്തി. സംഭാവന നൽകിയവർക്ക് എന്തുകൊണ്ട് രസീത് നൽകിയില്ല? അജയ് തറയിലും കോൺഗ്രസ് നേതൃത്വവും ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ ഇടക്കാല ഉത്തരവിലൂടെ ചോദിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അക്കാലത്ത് ഭരിച്ചിരുന്നത്. ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ്, M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ പ്രേംകുമാർ, ഇടത് നിരീക്ഷകൻ. ശ്രീ അനിൽകുമാർ, ഇന്നിപ്പോൾ അജയ് തറയിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് SIT ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനൊരു ഇടക്കാല ഉത്തരവുണ്ടായി. ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധത്തിലുള്ള വലിയ ചോദ്യങ്ങളും വലിയ സംശയങ്ങളും ഹൈക്കോടതിക്ക് തന്നെ ഉണ്ടായി. അതിന് കാരണമായത് SIT തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ്. ഇത് പറഞ്ഞത് അജയ് തറയിലാണ്, കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ, ആ കാലത്തെ ദേവസ്വം ബോർഡ് അംഗം. കൊടിമരവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിലുള്ള വിഷയം എന്താണ്? ബഹുമാനായ ശ്രീ MP ഗോവിന്ദൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് കരിങ്കല്ല് കൊണ്ടുള്ള പഴയ കൊടിമരം നിന്നിരുന്ന പഞ്ചവർഗത്തറയിൽ ചെന്നൈ കുമരൻ സിൽക്സ് സ്വർണ്ണ നിറമുള്ള പെയിൻ്റ് അടിച്ചത്. അതിന് തന്ത്രിയുടെ അനുവാദം വാങ്ങിയിരുന്നില്ല. മാസപൂജയ്ക്ക് അവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട തന്ത്രി മോഹനരാണ് ഇതെന്തടിസ്ഥാനത്തിലാണ് ഇപ്രകാരം പഞ്ചവർഗത്തറയിൽ നിങ്ങൾ ഈ പെയിൻ്റ് അടിച്ചത് എന്ന് ചോദിക്കുകയുണ്ടായി. അത്തരമൊരു കാര്യം നടന്നപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു ഒറ്റരാശി പ്രശ്നം വെച്ചത്. ആ പ്രശ്നത്തിലാണ് ഇപ്രകാരം ഈ ലേപനം ഉണ്ടായതുകൊണ്ട് അത് കഴുകിക്കളയാൻ മാർഗ്ഗമില്ല. അപ്പോൾ എന്ത് വേണം? കൊടിമരം തന്നെ മാറ്റുക. മാറ്റുന്നതിന് വേണ്ടി അതിന് ജീർണതയുണ്ട് എന്ന് ആ പ്രശ്നത്തിൽ എഴുതി ചേർത്തു. യഥാർത്ഥത്തിൽ കൊടിമരത്തിന് ഒരു ജീർണതയും ഉണ്ടായിരുന്നില്ല. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിതിയാണ്, അതിലൊരു ജീർണതയും അന്നുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ എഴുതി ചേർത്തില്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച് ഒറ്റരാശി പ്രശ്നത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ച് അത് നടപ്പാക്കിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഹോപ്സൺ ഗ്രൂപ്പ് ഇരു ചെവി അറിയാതെ കോടികൾ കൈമാറി. ഞാനീ പറയുന്നത് ശരത്തിൻ്റെ കയ്യിലുണ്ടാവും ഒരു പുസ്തകം, കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്നിറങ്ങിയൊരു പുസ്തകമുണ്ട്. ഈ പറയുന്ന ദേവസ്വം ബോർഡിനെ വാഴ്ത്തുന്നൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് ഇരു ചെവി അറിയാതെ കോടികൾ കൈമാറിയ ഒരു ഗ്രൂപ്പ് അവരവിടെ വന്ന് പതുങ്ങി നിന്ന് തങ്ങൾ പണം മുടക്കുന്നവരാണ് എന്ന് പോലും ഭാവിക്കാതെ പെരുമാറി എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അവരെത്ര കോടിയോ അവിടെ മുടക്കാൻ തയ്യാറായി പണം മുടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നാട്ടുകാരുടെ മുഴുവൻ പക്കൽ നിന്നും സ്വർണം പിരിച്ചെടുത്തത്. അങ്ങനെ പിരിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി അന്ന് അവിടെ എത്തി പൂജയിൽ പങ്കെടുത്ത പലരുമുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു
ഇപ്പോഴത്തെ ഒരു MLA ശ്രീ വിഷ്ണുനാഥ് അടക്കം ആ സന്ദർഭത്തിൽ അവിടെ ഹാജരുണ്ടായിരുന്നു. ഒരു കലാപരിപാടിയായിരുന്നു. ഇപ്രകാരം ഒരു പരിപാടി നടപ്പാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട സ്പോൺസർമാരെ സംഘടിപ്പിക്കുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ആരാണ് ആ വ്യക്തി? ബഹുമാനപ്പെട്ട VD സതീശൻ്റെ പിന്നിൽ നിന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നതിന് സതീശൻ നേതൃത്വം കൊടുത്തപ്പോൾ സതീശനെ കൊണ്ട് ആരോപണം ഉന്നയിച്ച പോറ്റ് സംഘത്തിലെ ഒരാൾ, അവരാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. ഞാൻ ആ വ്യക്തിയുടെ പേരിപ്പോൾ പറയുന്നില്ല, ആ വ്യക്തിയുടെ പേരൊക്കെ പുറത്തു വരും. ഒന്നാമത്തെ കാര്യം, ആദ്യമായി പോറ്റിയുടെ സാന്നിധ്യമുള്ള, സ്പോൺസർ പോറ്റിയുടെ സാന്നിധ്യമുള്ള ഒരു ഇടമാണ് ഈ കൊടിമര പൂജ. കൊടിമരത്തിന് അവിടെ പൂജ നടത്തുന്ന ഘട്ടത്തിൽ സംഭവിച്ച കാര്യം എന്താണ്? പോറ്റിയെ രംഗത്ത് കൊണ്ടിരുന്നു. പോറ്റിക്കൊപ്പം ഗോവർദ്ധൻ, പോറ്റിക്കൊപ്പം അജയ് തറയിൽ, പ്രയാർ ഗോപാലകൃഷ്ണൻ. ഔപചാരികമായി ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടാണ് പോറ്റിയെ സ്പോൺസർ പോറ്റിയാക്കി പ്രമോഷൻ കൊടുക്കുന്നത്. അതോടുകൂടിയാണ് പോറ്റി ഉയർന്ന പോറ്റിയായി മാറിയത്. ആ പോറ്റിയെ പിന്നീട് ഇറക്കാൻ കഴിഞ്ഞത് അയ്യപ്പ സംഗമത്തോടു കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? അവിടെ കൊടിമര സ്ഥാപിച്ചു. നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള സ്വർണം പൂശിയ കൊടിമര അവിടെ സ്ഥാപിക്കപ്പെട്ടു. സ്ഥാപിക്കപ്പെട്ടതിന് ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊടിമരത്തിൽ മെർക്കുറി ഒഴിച്ചു. ആരാ മെർക്കുറി ഒഴിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ഭാഗമായി മെർക്കുറി ഒഴിച്ചതാണ്. അന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോട് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്താണ്? ഭക്തന്മാരായ 2 ആന്ധ്രാക്കാർക്ക് തെറ്റുപറ്റി, പോലീസ് അവരെ പിടിച്ചു. പിടിച്ചപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇടപെട്ടിട്ട് പരാതിയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടു. എന്താണ് ഉണ്ടായത്? ഈ മോഷണം മുതൽ പങ്കുവെക്കുന്നതിലെ തർക്കമാണ് അവിടെ ഇതിൻ്റെ ഭാഗമായി ശബരിമലയുടെ കൊടിമരത്തിൽ പുതിയ കൊടിമരം സ്ഥാപിച്ച് 1.5 മണിക്കൂറിനകം നാട്ടുകാർ കാണുക ആരെങ്കിലും മെർക്കുറി ഒഴിക്കുമോ? അപ്പോൾ അതിനൊരു വാദം ഉന്നയിച്ചു UDFൻ്റെ ബോർഡ്. മെർക്കുറി പൂജ, ഏതോ ഭക്തന്മാർ ഏതോ അമ്പലത്തിൽ ചില പൂജകൾ നടത്തുമ്പോൾ മെർക്കുറി ഒഴിക്കാറുണ്ടത്രേ. ഇന്ത്യയിൽ എവിടെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മെർക്കുറി പൂജയുള്ളത്, മെർക്കുറി തളിക്കുന്ന പരിപാടിയുള്ളത്? വളരെ ദുരൂഹമായ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ കുറുപ്പ്, അദ്ദേഹം പോറ്റിയെ ഇക്കാര്യത്തിൽ സഹായകരമായ നിലപാടെടുത്ത് രേഖാപരമായി കാണാം. അതിന് ഹൈക്കോടതിയുടെ അനുവാദമില്ല. ഹൈക്കോടതിയുടെ മുൻകൂട്ടി അനുമതി വാങ്ങാതെ നടന്ന കാര്യങ്ങൾ ഹൈക്കോടതിക്ക് എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്തപ്പോഴാണ് വാജി വാഹനം അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനോട് കൂടി തന്ത്രിക്ക് കടത്തിയത്. തന്ത്രിക്ക് വിറ്റതാണോ അതോ സൗജന്യമായിട്ട് കൊടുത്തതാണോ എന്ന് വ്യക്തതയില്ല. അതിന് കാരണം എന്താണ്? ശബരിമലയിലെ കൊടിമരത്തിൻ്റെ വാജി വാഹനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രധാനപ്പെട്ട വാജി വാഹനം ആധ്യാത്മിക ആശയങ്ങളിൽ പറഞ്ഞാൽ അതിൻ്റെ ചൈതന്യം നീക്കിക്കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്തായിട്ട് മരാമത്തിലേക്ക് കണ്ടുകെട്ടണം. അങ്ങനെയാണ് ദേവസ്വം മാനുവൽ. ശ്രീ രാജഗോപാൽ സാറിൻ്റെ കാലത്ത് എഴുതിയ മാനുവലാണ്, അംഗീകരിക്കപ്പെട്ട മാനുവലാണ്. അത് ലംഘിച്ചുകൊണ്ട് വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തു. തന്ത്രി എന്തു ചെയ്തു? ആ വാജി വാഹനം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ കൊണ്ടുപോയി ശ്രീ അയ്യപ്പൻ്റെ വാജി വാഹനമാണെന്ന് പറഞ്ഞ് ആധ്യാത്മിക വ്യാപാരം നടത്തി. അവസാനം ഇത് പിടിക്കപ്പെടുമെന്ന് ഘട്ടമായപ്പോൾ തിരിച്ചു കൊണ്ടുവന്നാണ് ഇപ്പോൾ വാജി വാഹനം പോലീസ് ഏറ്റെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പല്ല, ഒരു പോറ്റി തട്ടിപ്പല്ല, ഗോവർദ്ധൻ്റെ തട്ടിപ്പല്ല, പല തട്ടിപ്പുകൾ നടന്നു. ആ തട്ടിപ്പുകളിൽ ശബരിമലയുടെ പ്രതീകങ്ങളും പ്രതിനിധികളുമായി തസ്കര സംഘത്തെ UDF നിയോഗിച്ചു എന്നുള്ളതാണ് 2014 അന്വേഷണം തെളിയിക്കുന്നത്. അത് SITയെ തെറ്റിദ്ധരിപ്പിച്ചു, SIT കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വാദിക്കുന്നത് എത്രത്തോളം അസംബന്ധമാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ദ്വാരപാലക പീഠങ്ങൾ കാണാനില്ല എന്ന് പോറ്റി പറഞ്ഞപ്പോൾ ഇതേ വിജിലൻസ് എന്താ ചെയ്തെന്നറിയാമോ? വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞു അത് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലുണ്ട്, പിടിച്ചെടുത്തങ്ങ് ഹാജരാക്കി. പോറ്റി പറഞ്ഞ കള്ളമാണ്. അവരുടെ അന്വേഷണത്തിൻ്റെ മേലാണ് SIT ഉണ്ടായത്. ഇന്ന് SIT കണ്ടെത്തിയിട്ടുള്ള മിക്കവാറും എല്ലാ കണ്ടുപിടുത്തങ്ങളും കേരള സർക്കാരിൻ്റെ വിജിലൻസാണ്. അജയ് തറയിൽ തന്നെ മാറ്റി പറഞ്ഞില്ലേ ഇന്നലെ? ആദ്യം അജയ് തറയിൽ പറയുന്നു 1 തരി സ്വർണം കൊടിമരത്തിന് വേണ്ടി സംഭാവന വാങ്ങിയിട്ടില്ല. രണ്ടാമത് അജയ് തറയിൽ പറയുന്നു ഇന്ന ആളുകളുടെ നിന്നും സുരേഷ് ഗോപിയുടെ അടുത്തു നിന്നൊക്കെ ഇത്ര പവൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ,
8 കൊല്ലം മുമ്പ് ശബരിമലയിൽ നിന്ന് പുറത്തു പോയ ഈ പറയുന്ന അദ്ദേഹത്തിന് എങ്ങനെ ഈ കണക്ക് കിട്ടി? 10 കൊല്ലം മുമ്പ് അദ്ദേഹം പുറത്തുപോയി. അദ്ദേഹത്തിൻ്റെ കയ്യിലെങ്ങനെയാണ് ഈ കണക്ക് വന്നത്? സുരേഷ് ഗോപി ഇത്ര ഗ്രാം, ഓരോരുത്തർ ഇത്ര ഗ്രാം, എങ്ങനെ ഈ കണക്ക് വന്നു? ഇപ്പോൾ എവിടുന്ന് കിട്ടി കണക്ക്? ഈ കേസ് വന്നപ്പോൾ അപ്പോൾ കച്ചവടം നടത്തിയവർ അറിയാം, മോട്ടിച്ച എത്രയാണെന്നറിയാം. ആ മോട്ടിച്ച ആളുകൾ UDFിൻ്റെ ഭരണസമിതിയാണ് നേതൃത്വം കൊടുത്തത്. അത് തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടു. അതുകൊണ്ട് പുതിയൊരു വാക്കുകൂടെ നമുക്ക് കിട്ടി. സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കൊടിമരക്കൊള്ള എന്ന വാക്കുകൂടെ കിട്ടി. എത്രയേറെ സ്വർണ്ണമാണ് പിരിച്ചെടുത്തത്, എത്ര കോടി രൂപയാണ് പിരിച്ചെടുത്തത്. പിരിച്ചെടുത്ത സ്വർണത്തിൻ്റെ കണക്ക് മാത്രമല്ല, പണത്തിൻ്റെ കണക്കും പറയണം. ശരി, ഇവിടെ ശ്രീ സേനാപതി വേണു, ഇത് രാഷ്ട്രീയ ആരോപണങ്ങളല്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവിൽ വളരെ വ്യക്തമായി കോടതി തന്നെ രേഖപ്പെടുത്തപ്പെട്ട നിരവധി ചോദ്യങ്ങളും സംശയങ്ങളുമാണ്. അവിടെയാണ് വിജിലൻസിനെ ഏൽപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഈ പണപ്പിരിവ് എന്തിനു നടത്തി, എന്തിന് സ്വർണം സംഭാവനയായി വാങ്ങി, സംഭാവന നൽകിയവർക്ക് എന്തുകൊണ്ട് രസീത് നൽകിയില്ല, അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഫോം 3A സീൽ ചെയ്ത രസീതുകൾ സ്വർണവുമായി ബന്ധപ്പെട്ട് സംഭാവന നൽകിയവരുടെ കാര്യത്തിൽ എന്തിന് നൽകാതിരുന്നു, അതുപോലെ തന്നെ ഈ 3 കോടിയിൽ പരം രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കിയത്, അതിന് അങ്ങനെ തന്നെ പണം മുടക്കാൻ ആളുണ്ടായിരുന്നു, ഒരു കമ്പനി ഉണ്ടായിരുന്നു ഫോണിക്സ്, എന്നിട്ട് എന്തിനാണ് സ്വർണ്ണങ്ങളും അതുപോലെ തന്നെ പണവും ഇങ്ങനെ പിരിച്ചത് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ വരികയാണ്. ഒരു പ്രശ്നം ഇവിടെയാണ്. അപ്പോൾ ഇതിൽ അജയ് തറയിൽ തന്നെ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഇന്ന് മാറ്റി പറയുന്നു. ഇപ്പോൾ SIT ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ മാറ്റിപ്പറയുന്ന അജയ് തറയിൽ അന്നത്തെ കോൺഗ്രസ് നേതാക്കളായി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭരിച്ചവരും ശബരിമലയെ ഭരിച്ചവരുമാണ്. അടിമുടി ദുരൂഹത നിൽക്കുകയാണല്ലോ. ഒരു തരത്തിലും വിശദീകരിച്ച് ന്യായീകരിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാവാത്തൊരു സാഹചര്യം വന്നുപെട്ടിരിക്കുകയല്ലേ? ഒന്ന്, ഈ 2017 ഇവിടെ അനിൽകുമാർ ആവേശത്തോടു കൂടി പറഞ്ഞു പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും, അതുകൂടാതെ ഒരു രാഘവനും കൂടെ ഉണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. 3-ൽ 1, 1000-1 3-ൽ 1, അതാണല്ലോ ബോർഡ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടി ഉണ്ട്. അജയ് തറയിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ മറ്റേ പുള്ളി പ്രസിഡന്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം കുറച്ച് കൂടുതലെന്ന് വയ്ക്കാം. അജയ് തറയിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ആ കാര്യത്തിലുണ്ടെങ്കിൽ സമാനമായ ഉത്തരവാദിത്വം ഈ വാജിവാഹനം കൈമാറ്റം ചെയ്യുമ്പോൾ അജയ് തറയിന്റെ തൊട്ടു പിന്നിൽ നല്ലപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീ രാഘവനുമുണ്ട്. അത് ശ്രീ അനിൽകുമാർ മറക്കരുത്. 1. ഇനി 2, എന്തിനാണ് സ്വർണം സംഭാവന ചെയ്യുന്നത്? സംഭാവന ചെയ്തവരോട് ചോദിക്കണം. ക്ഷേത്രത്തിന് കൊടിമരം നിർമ്മിക്കുമ്പോൾ അവിടെ സ്വർണം സംഭാവന ചെയ്യുന്നത് എന്തിന് എന്ന് സംഭാവന ചെയ്തവരോട് ചോദിക്കണം. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് റെസിപ്റ്റ് കൊടുത്തില്ല എന്നുള്ളത്, കോടതി ചോദിച്ചതാണ്, ഞാനല്ല ചോദിച്ചത്. അല്ല, അതാണ് അതിന് എനിക്കറിയാവുന്ന ഉത്തരവും എനിക്ക് ലഭിച്ചിട്ടുള്ള കാര്യവും ഞാൻ ശ്രീ അജയ് തറയിലും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ, കൊടിമരത്തിന് പതിപ്പിക്കാനായിട്ട് കൊടുക്കുന്ന സ്വർണത്തിന് റെസിപ്റ്റ് കൊടുക്കാറില്ല. റെസിപ്റ്റ് വാങ്ങിച്ച് ശബരിമലയിലേക്ക് വാങ്ങിക്കുന്ന ഏത് സ്വർണവും അല്ലെങ്കിൽ മൂല്യങ്ങളും അത് തിരുവാഭരണം കമ്മീഷണർക്ക് കൈമാറി അവരുടെ സുരക്ഷിതത്വത്തിലാണ് സൂക്ഷിക്കേണ്ടത്. ഇത് ഭക്തര് വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെ ചോദിച്ചല്ലോ 3.2 കോടി 3.2 കോടിയും കൊടിമരത്തിന് വേണ്ടി മറ്റാളുകളും സംഭാവന ചെയ്തിട്ടുണ്ടാവും. ഇപ്പം അങ്ങ് ചോദിച്ച് പെയിന്റ് അടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റൽ കോൺഗ്രസ്സുകാരൻ ചെയ്തെങ്കിൽ അത് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനും അവിടെ ഉണ്ടായിരുന്നല്ലോ, ചെയ്തില്ല. ഇനി ആളുകൾ ഇവിടെ ആര് സംഭാവന ചെയ്തത്? ഹൈക്കോടതി നിയോഗിച്ച ദേവസ്വത്തിന്റെ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് നല്ല വിശ്വാസ്യതയിൽ. ഇപ്പൊ അനിൽകുമാർ സാറിന് അറിയാം, ഞങ്ങളൊക്കെ അഭിഭാഷക വൃത്തിയില്ല. കുറുപ്പ് സാറിനെ കുറിച്ചൊക്കെ ഇനി മറ്റെന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിലും അദ്ദേഹമൊന്നും ഒരു പൊതുജീവിതത്തിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും കട്ടുകൊണ്ട് പോകുന്നവർ, അവരൊക്കെ വലിയ ആദർശവാന്മാരായി ജീവിക്കുന്ന, അത് പറഞ്ഞാൽ പൊതുജീവിതത്തിൽ ഹൈക്കോടതി തന്നെ ചോദിക്കുന്നത് 30 പവൻ എവിടെ പോയി? 238.81 ഗ്രാം. അത് രേഖകളിൽ പറഞ്ഞല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? 119, അതിൽ കൂടാതെ 119 പവൻ താഴിക കൊടുത്ത് സ്വർണം പൂശുന്നതിന് വേണ്ടി 119 പവൻ കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ഇതിനെ സംബന്ധിച്ച് എല്ലാ കണക്കുകളും വളരെ കൃത്യമായി ഇതിന്റെ മഹസറും മറ്റു കാര്യങ്ങളും എല്ലാം തീരുമാനിച്ചിരിക്കും. ഇത് ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ബോർഡിലെ അംഗങ്ങളോ അല്ലല്ലോ തീരുമാനിക്കുന്നത്. അവിടെ ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വത്തിന്റെ വിജിലൻസ് ഓഫീസറുണ്ട്, ഹൈക്കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്തുന്നത് ഈ സ്വർണം പതിപ്പിക്കുന്നത്
കഴിഞ്ഞാൽ സംഭാവന ചെയ്ത ആളുകൾക്ക് ആ കൊടിമരത്തിൽ അത് പതിപ്പിക്കുന്നതിനുള്ള ആ സ്വാതന്ത്ര്യ അവകാശം അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും സംഭാവന ചെയ്യുന്നത്. അല്ലാതെ അനിൽകുമാർ ഇവിടെ പറഞ്ഞ പോലെ അനിൽകുമാർ വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല. ഇനി വിശ്വാസിയാണ് എങ്കിൽ അത് അനിൽകുമാർ ചിലപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഇനി അദ്ദേഹം മറച്ചു വെക്കുന്നതായിരിക്കും. പക്ഷേ സേനാപതി പറഞ്ഞ് നിൽക്കില്ലല്ലോ. ദേവസ്വം മാനുവൽ പ്രകാരം ഇത് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ഞാനതാണ് പറഞ്ഞത്, ഇതൊരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളല്ല. ഇതിപ്പോൾ അനിൽകുമാർ ഉന്നയിക്കുന്ന ആരോപണമായിട്ടോ അതിന് സേനാപതി പറയുന്ന മറുപടിയായിട്ടോ സേനാപതിയുടെ ആരോപണമോ അനിൽകുമാറിൻ്റെ മറുപടിയൊന്നുമില്ല. നിങ്ങളതിനെ അങ്ങനെ നിങ്ങളുടേതായ കാഴ്ചപ്പാടിൽ വിശദീകരിക്കുന്നു എന്നതിനപ്പുറം ദേവസ്വം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞെന്താണ്, ദേവസ്വം മാനുവൽ പ്രകാരം ഭക്തർ സ്വർണ്ണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ സംഭാവന ചെയ്യുമ്പോൾ കൃത്യമായ അളവും സ്വർണ്ണത്തിൻ്റെ സ്വഭാവം രേഖപ്പെടുത്തി ഫോം 3A സീൽ ചെയ്ത രസീതുകൾ നിർബന്ധമായി നൽകണം. ഇത് ചെയ്യാതിരിക്കുന്നു, അതിൽ ശരിയായ രസീതുകൾ രൂപപ്പെടുന്നില്ല, ദുരൂഹത, പകരം സ്വർണത്തിന്റെ ആബ്സെൻസ് ആര് കവർന്നു എന്ന് കോടതിക്ക് തന്നെയാണ് തോന്നുന്നതെന്നേ. അല്ല, അത് ലോക്കറിൽ സൂക്ഷിക്കുന്ന സ്വർണമാണ് ശരത്തെ. ഇത് കൊടിമരത്തിൽ പതിപ്പിക്കുന്ന പബ്ലിക് ആയിട്ടൊരു പ്ലേസിൽ വെച്ചിരിക്കുന്ന കൊടിമരത്തിൽ പതിപ്പിക്കുന്ന സ്വർണം അത് തിരുവാഭരണം കമ്മീഷണറെയോ മറ്റാരെങ്കിലും അധീനതയിലല്ല. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി ഭക്തർ കൊടുത്തിരിക്കുന്ന ഇതിലെ വ്യത്യാസമുണ്ട്. കോടതി ഇത് പറഞ്ഞിരിക്കുന്നത്, സേനാപതി കോടതി പറഞ്ഞിരിക്കുന്നത് ആ ജഡ്ജ്മെന്റ് ഇടക്കാല ഉത്തരവിന്റെ 8ാമത്തെയും 9ാമത്തെയും പേജ് പരിശോധിച്ചാൽ അറിയാം, ദേവസ്വം മഹസ്സറുകളിൽ നിന്ന് മനസ്സിലാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് കോടതി ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കോടതി അവിടെ കിട്ടിയ ഒരു പെറ്റീഷൻ അലോ ചെയ്തിട്ട് പോയി അന്വേഷിച്ചോളൂ എന്നല്ല. പ്രാഥമികമായ വന്നിട്ടുള്ള വിവരങ്ങൾ വിലയിരുത്തി അതിൽ ഒരു പൊസിഷൻ എടുത്തിട്ട് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അന്വേഷണത്തിന് കേവലം ഉത്തരവിടുകയല്ല. അതിൻ്റെ 8-9 പേജുകളൊന്ന് വായിച്ചു നോക്കൂ. അല്ല, അത് ആയിക്കോട്ടെ, അത് അങ്ങനെയാണ് എങ്കിൽ തന്നെ ഞാൻ ചോദിക്കുന്നത്, അല്ല, സംശയത്തിന്റെ നിഴലല്ലേ നമ്മളാരെയും കുറ്റവാളികളായി ശിക്ഷ വിധിക്കാനല്ല നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. പക്ഷേ ഈ നിമിഷം അടിമുടി ദുരൂഹമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന അജയ് തറയിൽ ഇന്നലെ പറഞ്ഞത് മാറ്റി പറഞ്ഞിരിക്കുന്നു. ഇന്ന് അനിൽകുമാർ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കണക്കൊക്കെ വന്നത്? അപ്പോൾ പിരിച്ചവർക്കറിയാം എന്ന് പറയുന്ന ഒരു പൊതു ധാരണ ആളുകളിലേക്ക് ഉണ്ടാവുകയാണ്. അനാവശ്യമായി പിരിച്ചു, ഇതിന്റെ മറവിൽ പണപ്പിരിവ് നടത്തി. എന്തിന്? ഇത് അജയ് തറയിൽ മാത്രം പറഞ്ഞതല്ലോ. ASP കുറുപ്പ് ദേവസ്വത്തിന്റെ അന്നത്തെ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയോ അല്ലെങ്കിൽ അഭിഭാഷക കമ്മീഷനോ അദ്ദേഹം വളരെ കൃത്യമായി 27 ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്വർണം 6 ദിവസം കൊണ്ട് അങ്ങോട്ട് കണക്ക് പറഞ്ഞല്ലോ. ശരി, സേനാപതി ഒരു സെക്കൻഡ് കൂടി ഞാൻ അവസാനിപ്പിക്കാം. ഒരു സെക്കൻഡ് കൂടെ. ഇനി ഒരു കാര്യം, 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 2017 ശ്രീ അജയ് തറയിൽ മെമ്പർ ആയിരിക്കുമ്പോഴും അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റും അന്നത്തെ ദേവസ്വത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനുമാണ്. 2017 ദേവസ്വം ബോർഡിന് ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആണ്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും 2017 അന്നത്തെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അന്ന് ഏതെങ്കിലും കാര്യത്തിൽ ഒരു തർക്കമോ അതല്ല ഈ കാര്യത്തിൽ ഒരു ക്രമക്കേടോ ഉണ്ടോ എന്ന് ശ്രീ രാഘവൻ സൂചിപ്പിച്ച ആ സെക്കൻഡിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്താവുന്നതാണല്ലോ. ഇതെല്ലാം ഞാൻ വരാം. ഇതിൽ 2 കാര്യങ്ങൾ ഞാൻ ശ്രീ പ്രേംകുമാറിലേക്കും ശ്രീ ജയചന്ദ്രനിലേക്കും വരുന്നതിന് മുമ്പ് ഈ വന്ന വിശദീകരണത്തിൽ നിന്നൊരു ചെറിയ മറുപടിയോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ശ്രീ അനിൽകുമാറിലേക്ക് വരാം. ഞാനൊരു കാര്യം, ഈ രാഘവനുമായി ബന്ധപ്പെട്ട് രാഘവൻ ഇതിനോടകം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ മാധ്യമങ്ങളോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ അത്ര നിഷ്കളങ്കവും ലളിതവുമല്ല. കാരണം ആ ദേവസ്വം ബോർഡിനകത്ത് അന്നത്തെ കോൺഗ്രസ് ദേവസ്വം ബോർഡിനകത്ത് കോൺഗ്രസ്സുകാരായ 2 ആളുകൾ ഭരണമാറ്റത്തെ തുടർന്ന് വന്നിട്ടുള്ള ആ 3ാമത്തെ അംഗം എന്ന് പറയുന്നത് ഇടതുപക്ഷത്ത് നിന്നാണ്. ആ അംഗം പറഞ്ഞതാണ്. കാരണം ഇതൊക്കെ വിശദമായ അന്വേഷണത്തിന് വരട്ടെ. രാഘവൻ ആ അംഗത്തെ കാര്യങ്ങൾ അറിയിക്കാതെ ഇവരുടെ ഒരു ധാരണയിലും ആലോചനയിലുമാണ് ഇക്കാര്യങ്ങളാകെ നടത്തിയത് എന്ന് പറയുന്ന ഒരു അലിഗേഷൻ കൂടി അജയ് തറയിലും മരിച്ചുപോയ പ്രയാറും നേരിടുന്നത്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അത് എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല. വാർത്തകളിൽ വന്നൊരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ശ്രീ അനിൽകുമാർ ഇതിനൊരു മറുപടി കൂടി. അജയ് തറയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അക്കാലത്ത് സർക്കാർ ഇടതുപക്ഷ സർക്കാരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അന്നത്തെ ഹൈക്കോടതി ബെഞ്ചിലേക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ച് അവരെ ധരിപ്പിച്ച് അനുമതി വാങ്ങിയിട്ടുള്ളതാണ് എന്ന് ഇന്നലെ ആദ്യ പ്രതികരണത്തിൽ അജയ് തറയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. സേനാപതി വേണുവിൻ്റെ ഈ വാദങ്ങൾ ഇപ്പോൾ വിശദീകരണങ്ങൾ മുഖവിലക്കെടുക്കാൻ പൊതുസമൂഹത്തിന് എത്രമാത്രം കഴിയും? ഒന്ന് ചുരുക്കി. അല്ല, അപ്പം ഇതേ മാനദണ്ഡം വെച്ച് 2019 പത്മകുമാറിൻ്റെ ബോർഡിൻ്റെ കാലത്ത് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയപ്പോഴും ഇതേ കമ്മീഷൻ അവിടെ ഉണ്ടല്ലോ. അതേ കട്ടളപ്പാളി ഇളക്കുമ്പോഴും ഇതേ കമ്മീഷൻ സാക്ഷിയായിട്ട് അവിടെ നിൽപ്പുണ്ടല്ലോ.
അതിന് വിശ്വാസം. അതുപോലെ തന്നെ അവിടുത്തെ വാതിൽ കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ അകത്തല്ല ഈ പോറ്റിക്കൊപ്പം ഈ കമ്മീഷൻ ഉണ്ടല്ലോ. ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് അജയ് തറയിൽ അല്ല, അജയ് തറയിൽ കെട്ടിയിറക്കിയ സാധനമല്ല ഹൈക്കോടതി. 1948 മുതൽ തിരുവിതാംകൂറിൻ്റെ ഈ പറയുന്ന ഹിന്ദു സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം അതിൻ്റെ ഈ ലീഗൽ ഗാർഡിയൻ ഹൈക്കോടതിയാണ്. അതുകൊണ്ടാണ് ഈ കേസ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കൈകാര്യം ചെയ്യുന്നത്. ലീഗൽ ഗാർഡിയനാണ്. ആ കോടതിക്ക് 2019 നടന്ന എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നു. ഞാൻ ഈ ചർച്ചയെ കൃത്യമായിട്ട് പറയുകയാണ്. ആ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്, ദേവസ്വം ബെഞ്ചിന് അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ ദേവസ്വം ബെഞ്ച് നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ സി കുറുപ്പ്, അദ്ദേഹം ഈ ഏറ്റുമാനൂരിലെ കുടിമരം മാറ്റതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ആക്ഷേപവിധേയനാണ്. അദ്ദേഹത്തെ അനാവശ്യമായി അവിടെ തുടരാൻ അനുവദിച്ചത് ഇപ്രകാരം ഒരു തട്ടിപ്പിന് കളമൊരുക്കാനിടയാക്കി. ആ തസ്കര സംഘം ഈ കുറുപ്പടക്കമുള്ള ആളുകളുടെ പിൻബലത്തിലാണ് അവിടെ നിറഞ്ഞാടിയത്. അതിൽ UDFൻ്റെ ഗവൺമെൻറ്, UDFൻ്റെ ഭരണസമിതി ഇഴുകിച്ചേർന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കെ അജയ് തറയിലിനോട് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? ഇപ്പോൾ പത്മകുമാറിൻ്റെ കാലത്തൊരു സംഭവം ഉണ്ടായപ്പോൾ അജയ് തറയിൽ കടകംപള്ളി രാജിവെക്കണം. ചോദ്യം എന്താണ്? ഈ പറയുന്ന കൊടിമരം മാറ്റുന്ന കാര്യം അല്ലല്ല കൊടിമരം മാറ്റുന്നതിന് കടകംപള്ളിയുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ കടകംപള്ളിക്ക് ഫയൽ അയച്ചിട്ട് അനുവാദം വാങ്ങിയിട്ടാണോ കൊടിമരം മാറ്റിയത്? കടകംപള്ളിക്ക് ഫയൽ പോവില്ല. ഇപ്പം എന്തായാലും സേനാപതി വേണുവിന് ഓർമ്മ വന്നു, അയ്യോ തിരുവാഭരണ കമ്മീഷൻ അവിടെ ഉണ്ട് കേട്ടോ, പിന്നെ അവിടെ ഒരു വിജിലൻസ് ഓഫീസർ ഉണ്ട് കേട്ടോ, പിന്നെ അവിടെ സ്മിത്തുണ്ട്. ഇതൊക്കെ ഇപ്പം അദ്ദേഹത്തിന് ഓർമ്മ വന്നു കൊടിമരം പറഞ്ഞപ്പോൾ. ഇതൊക്കെ ദ്വാരപാലക ശില്പത്തിനും ബാധകമാണ്. ഞങ്ങളുടെ സഖാക്കളാരും സ്വർണം കട്ടിട്ടില്ലെന്നേ. പോറ്റിയെ കയറ്റിയത് ആരപ്പ? UDF ആണ്. സഖാക്കൾ സ്വർണം കട്ടോ, ലോഹം ഊറ്റിയോ? കൊടിമരത്തിലെ ലോഹം ഊറ്റിയത് കോൺഗ്രസ് ആണ്. അത് തെളിഞ്ഞിരിക്കുകയാണ്. സ്വർണം കട്ടതും കോൺഗ്രസ് ആണ്. അതാണ് ഞങ്ങളുടെ സന്തോഷം. ഒരു സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ആ വിഷയം അവസാനിപ്പിക്കാം. അവരിലേക്കൊന്ന് പോകണ്ട, സെക്കൻഡ്സ് തരാം. ഞാൻ ഒറ്റ സെക്കൻഡ്. അതായത് 2017 കൊടിമരത്തിന് വേണ്ടി ഭക്തന്മാര് ക്ഷേത്രത്തിലോട്ട് സംഭാവന ചെയ്യുകയാണ്. 2019 ഭക്തന്മാർ ക്ഷേത്രത്തിൽ സംഭാവന ചെയ്ത സാധനം ഇരുട്ടിന്റെ മറവിൽ അടിച്ചു മാറ്റിക്കൊണ്ടു പോവുകയാണ്. അത് ദേവസ്വം ബോർഡ് സംരക്ഷിക്കേണ്ടവര് അടിച്ചു മാറ്റാൻ സഹായിച്ചു. മറ്റത് ഭക്തന്മാർ കൊടുത്തു, ആ കൊടുത്തത് സ്വീകരിച്ചതാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ആ രീതിയിൽ തന്നെ അടിച്ചു മാറ്റി എന്നാണ് കോടതിക്ക് തന്നെ സംശയം തോന്നിയത്. അതുകൊണ്ടാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. രസീത് കൊടുത്തിട്ടില്ല, ആ പറഞ്ഞ മാനുവൽ പ്രകാരം പ്രവർത്തിച്ചിട്ടില്ല, സ്വർണം കാണാനില്ല, ഇതൊക്കെ സംഭവിച്ചു. ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ ഏതായാലും ഈ ഒരു കാര്യം ഇപ്പോൾ വന്നത് 2019 ഈ വിഷയങ്ങൾ വന്നപ്പോൾ നേരെ ദേവസ്വം മന്ത്രിയിലേക്ക് ഫിക്സ് ചെയ്യാനും ഈ ഫയലുകളൊക്കെ ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ കടകംപള്ളി കണ്ടു എന്ന സ്ഥാപിച്ചെടുക്കും വിധത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്ത് അലിഗേഷൻ ഉന്നയിച്ചതൊക്കെ നമ്മൾക്കറിയാം. കടകംപള്ളിക്ക് നേരെ അന്നത്തെ ദേവസ്വം മന്ത്രി. ഏതായാലും അതേ ദേവസ്വം മന്ത്രിയായി 2017 കടകംപള്ളി ഇരിക്കുമ്പോൾ ഈ കൊടിമരത്തിൻ്റെ കാര്യത്തിൽ ഏതായാലും ഫയലുകൾ അങ്ങോട്ടേക്ക് അയച്ചു എന്ന് പറയാൻ പോലും കോൺഗ്രസിന് കഴിയാത്തൊരവസ്ഥ ഇതിനകത്ത് നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 19 സീൻ വന്ന സമയത്ത് ഏറ്റവും വലിയ തോതിൽ കടന്നാക്രമിച്ചൊരു പൊസിഷൻ എടുത്ത് നിന്നത് മുൻ ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിൽ അജയ് തറയിലായിരുന്നു. ഇപ്പോൾ അജയ് തറയിൽ പെട്ടിരിക്കുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരുപക്ഷെ പ്രയാർ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അജയ് തറയിലിനോടൊപ്പം ഇപ്പോൾ വലിയൊരു പോരാട്ടവുമായി കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ 2019 ആ വിവാദത്തിൽ, ആ വിഷയത്തിൽ ഇറങ്ങുമായിരുന്നു. ഏതായാലും അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇന്നിപ്പോൾ അജയ് തറയിൽ മാത്രമാണ് ആ നിലയിൽ ഉള്ള ആൾ. ഇവിടെ ശ്രീ പ്രേംകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മുമ്പ് അനിൽകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്പോൺസറായി സ്വാധീനമുള്ള ആളായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ മാറുകയും 2004 വരുന്ന ഒരു പരികർമ്മിയായിട്ടാണ്. അത് കഴിഞ്ഞ് സ്പോൺസർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയും ആ ഉയർത്തിയത് ഈ പ്രയാറിൻ്റെയും അജയ് തറയിലിൻ്റെയും കാലത്തായിരുന്നു എന്ന് വ്യക്തം. അതിൻ്റെ ഒരു ആ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അരങ്ങേറ്റമായിരുന്നു ഈ കൊടിമരം കലാപരിപാടി എന്ന് വരുന്നു. അവിടെ സ്വർണം കാണാനില്ല, പണപ്പിരിവ് നടത്തി, നല്ല കൃത്യമായി 3 കോടിയിൽ പരം രൂപ മുടക്കാൻ ഒരു സ്പോൺസർ ഉണ്ടായിട്ടും പാരലായിട്ട് ഇതെല്ലാം ചെയ്തു. ഭക്തന്മാർ ഇത് വല്ലതും അറിയുന്നോ? ഭക്തന്മാർ വിചാരിക്കുന്നത് തങ്ങൾ കൊടുക്കുന്ന സ്വർണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഭക്തന്മാർ കൊടുക്കുന്നു. പക്ഷേ ഇപ്പുറത്ത് അതെല്ലാം മുടക്കാൻ മറ്റൊരു മുതലാളി നിൽക്കുന്നു, ഒരു സ്പോൺസർ നിൽക്കുന്നു. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അരങ്ങേറ്റമായിരുന്നു സ്പോൺസർ എന്ന നിലയിൽ ഈ പരിപാടിയിൽ കണ്ടത്. SIT അന്വേഷിക്കുന്നതിലെ കോൺഗ്രസിൻ്റെ വലിയ അതൃപ്തി ഈ അന്വേഷണം പുറകോട്ട് പോകുന്നതിലെ ആധിയായിരുന്നു എന്നുകൂടി ഇന്ന് മനസ്സിലാവുകയാണോ നാട്ടുകാർക്ക്, ആളുകൾക്ക്?
2021 ഇതേ സമയത്ത് സിനാരിയോ ആലോചിക്കുകയാണ് ഞാൻ. അന്നും പ്രധാന ചർച്ചാ വിഷയം സ്വർണം തന്നെയായിരുന്നു. ഒരു ഇന്റർനാഷണൽ ചാനലിലൂടെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വന്ന സ്വർണ്ണമായിരുന്നു. സ്വർണം വന്നു എന്നും സ്വർണം പിടിക്കപ്പെട്ടു എന്നും കടത്തിയവരെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴും ചാടിക്കേറി UDF-കാരും BJP-കാരും മാധ്യമങ്ങളും എല്ലാം കൂടെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആയിരുന്നത് കൊണ്ട് തന്നെ എൻക്വയറീസ് കംപ്ലീറ്റ് ചെയ്തത് സെൻട്രൽ ഏജൻസീസ് ആയിരുന്നു. ആരാണ് സ്വർണം കൊടുത്തുവിട്ടതെന്നോ ആരാണ് സ്വർണം സ്വീകരിച്ചതെന്നോ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. കേരള ഹൈക്കോടതി തന്നെയായിരുന്നു ആ ED-യുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികളുടെ നേരെ നടന്ന അന്വേഷണങ്ങളൊന്നും തന്നെ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ED-യുടെ സകലമാന ഓപ്പറേഷൻസിനും നേതൃത്വം കൊടുത്ത ED ഉദ്യോഗസ്ഥനെ ക്രമവിരുദ്ധമായ പരിപാടികൾ നടത്തിയതിൻ്റെ പേരിൽ പിരിച്ചുവിട്ട വാർത്ത കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ വന്നു. അന്ന് സ്വർണം കടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, ഇടതുപക്ഷമാണ് എന്നുള്ളൊരു ക്യാമ്പയിൻ നടത്തുകയും പക്ഷേ സത്യത്തിൽ ആരാണ് കടത്തിയത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേരളത്തിന്. കാരണം അന്വേഷണം നടത്തിയിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് അണ്ടറുള്ള ഏജൻസികളായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ ലീഗലി നിലനിൽക്കുന്നതല്ല എന്നുള്ളത് ഹൈക്കോടതി പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകൾ കുറച്ച് മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും 2026 എത്തുമ്പോൾ പിന്നെയും സ്വർണം തന്നെ ചർച്ചയിലേക്ക് വരികയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളെ കള്ളൻ, കാട്ടുകള്ളൻ എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വിളിച്ചത് ഞാൻ കേട്ടിട്ടുള്ളത് അടൂർ പ്രകാശാണ്. അപ്പൊ എനിക്കറിയില്ല അടൂർ പ്രകാശ് പറയുന്നത് എങ്ങനെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എങ്ങനെയാ പോയെന്ന് എനിക്കറിയില്ല. യാദൃശ്ചികമായി ഞാനും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മണ്ഡലത്തിലെ ഒരാൾ മാത്രമാണ്, വേറെ എനിക്ക് ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന് ഇപ്പം അടൂർ പ്രകാശ് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കുമെന്നാണ്. കാരണം റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ അയാളോട് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നു. ഇതാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്വർണം കട്ടവരെ മുഴുവൻ അകത്താക്കുമെന്നാണ്. സത്യത്തിൽ അന്വേഷണം ഇപ്പം നടക്കുന്നത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്. ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത SIT ആണ് അന്വേഷണം നടത്തുന്നത്. അത് ഇവർ അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക്. എങ്ങനെയാണ് ബേസ്ലെസ് ആയിട്ടുള്ള, അതായത് ബേസ്ലെസ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ബേസ് അല്ലാത്തൊരു ആർഗ്യുമെന്റ് എടുത്തിട്ട് പാട്ടും പാടി ചെണ്ടയും കൊട്ടി നടന്നിട്ട് അവസാനം അത് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ തലയിൽ തന്നെ, കോൺഗ്രസ് ആളുകളുടെ തലയിൽ തന്നെ ഏറ്റവും മാരകമായിട്ട് വീഴുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു വളരെ വളരെ ചരിത്രപരമായ ഒരു ഉദാഹരണമാവുകയാണിത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഇപ്പോൾ അവർ SIT-യിൽ അവർക്ക് വിശ്വാസമില്ല, ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് എന്തോ വായി തോന്നിയോ വിളിച്ചു പറഞ്ഞതാണ് എന്നാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ ഒരു നാട്ടിലെ ഒരു പ്രതിപക്ഷത്തിനെയും എത്തിക്കരുതേ എന്നാണ് നമുക്ക് ഇതിനോട് പറയാനുണ്ടാവുക. അതായത് ശബരിമലയിൽ പല കാലങ്ങളിലായിട്ട് തട്ടിപ്പുകളും അഴിമതികളും നടന്നിട്ടുണ്ട്. UDF-ന്റെ ദേവസ്വം ബോർഡിന് അതിൽ പങ്കുണ്ടായിരുന്നു. LDF നിയമിച്ച ദേവസ്വം ബോർഡും അതിൽ അലംഭാവം കാണിച്ചിട്ടുണ്ട്. അതിൽ ആളുകൾ സ്വർണമോ അഴിമതിയോ നടത്തുകയോ ധനസമാഹരണം നടത്തിയോ എന്ന് ഇന്നേ വരെ തെളിവ് വന്നിട്ടില്ല, പത്മകുമാർ അടക്കമുള്ള ആളുകൾ. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട്, അവർ ജയിലിൽ കിടക്കുകയാണ്. പക്ഷെ UDF-ന്റെ ആളുകൾ അന്നു മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ മുതലായിട്ടുള്ള സ്വർണം കടത്തിയ മോഷ്ടിച്ച ആളുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയല്ല ചെയ്യുന്നത്, ആരാണിത് ചെയ്തതെന്ന് അന്വേഷിക്കണം എന്ന് പറയല്ല ചെയ്യുന്നത്. മറിച്ച് ഇത് മുഴുവൻ പിണറായി വിജയനാണെന്നുള്ള ഒരു പാട്ടും പാടി നടക്കുവാണ്. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയവർക്ക്, ഒരബദ്ധം ചരിത്രവാനായി നടന്നു. അതെന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും വളരെ എഫിഷ്യൻ്റായ ഒരു SIT-യെ നിയമിക്കുകയും അവർ നടത്തുന്ന അന്വേഷണത്തിൽ 100% കോൺഫിഡൻസ് ഹൈക്കോടതി റിപ്പീറ്റഡ് ആയിട്ട് നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. CBI അന്വേഷണം എന്നുള്ള ഒരു സാധനം ചെയ്തു നോക്കി, കാരണം പിന്നെ കാര്യങ്ങൾ UDF-ന്റെയോ BJP-ന്റെ കയ്യിലേക്ക് പോകും. ഹൈക്കോടതിയാണെന്ന് വെച്ചാൽ അതും സമ്മതിക്കുന്നില്ല. ഇനി UDF-ന്റെ കയ്യിൽ, കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ SIT-യെയും ഹൈക്കോടതിയെയും തെറി പറയുക, അവരെ അവിശ്വസനീയമാക്കുക എന്നുള്ളതാണ്. അജയ് തറയിലിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സതീശന്റെ ജാഥ എറണാകുളം എത്തുമ്പോഴേക്കാണോ അതെനിക്ക് അറിയില്ല. അതായത് പ്രേംകുമാർ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്നൊക്കെ ഇന്ന് പറഞ്ഞു. എറണാകുളത്ത് എത്തുമ്പോഴേക്ക് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അയാൾ പറയുന്നത്. അതെ, അത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ ജാഥയ്ക്കിടയിൽ M. സ്വരാജിന്റെ അദ്ദേഹം പറഞ്ഞത് അതെ, VD സതീശന്റെ ജാഥ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും UDF കൺവീനറെ മാറ്റേണ്ടി വരുമെന്ന് സ്വരാജ് പറഞ്ഞു. ഇപ്പോൾ ആ ജാഥ എറണാകുളത്ത് എത്തുമ്പോഴേക്ക് അജയ് തറയിലിൻ്റെ അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജയ് തറയിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആ സമയത്ത് ഒരു പരാതിക്കാരനായി അവതരിച്ചപ്പോൾ അയാളിൽ ഒരു വിശ്വാസ്യതയുള്ള പരാതിക്കാരനുണ്ട് എന്നു പറഞ്ഞ് അദ്ദേഹത്തിനെ ആ നിലയിൽ അംഗീകരിച്ച ആദ്യത്തെ വ്യക്തി പ്രതിപക്ഷ നേതാവ്, വാർത്താതാരം ആയി അന്ന് ഈ വിഷയത്തിൽ മാറിയ
പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിൽക്കുന്നു? അതേ ശബ്ദവും അതേ ആർജവവും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവിനുണ്ടോ? രണ്ടായിരത്തി 2021 മനോരമയുടെ വാർത്താ താരം കെ സുധാകരനായിരുന്നു. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് സമ്മേളന വേദിയിൽ മൈക്ക് കിട്ടാത്തതിന്റെ പേരിൽ പിണങ്ങിപ്പോയത്, കണ്ണൂരിൽ ഒരിടത്തും സ്റ്റേജിൽ പ്രസംഗിക്കാതിരുന്നത്. അത്രയും മോശമായിട്ടുള്ള ഗതി 2026 മനോരമയുടെ വാർത്താ താരത്തിന് വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വാർത്താ താര സ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് VD സതീശൻ പോലും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും കോൺഗ്രസ് നേതാക്കൾ, അടൂർ പ്രകാശം അടക്കമുള്ള, ആന്റോ ആന്റണി അടക്കമുള്ള, അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ള കാര്യം VD സതീശൻ അറിയില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ അകത്ത് ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണ്, ഓരോ സ്ഥാപനമാണ്. അവർ യാതൊരു മടിയുമില്ലാതെ, യാതൊരു ഉളുപ്പുമില്ലാതെ പറയും, ഞങ്ങൾക്ക് ഭരണമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്ന്. KC വേണുഗോപാലാണ് പറയുന്നത്, ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് KC വേണുഗോപാലാണ് പറയുന്നത്, ഞങ്ങൾക്ക് കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല, അതുകൊണ്ട് പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന്. എന്തുമാത്രം എന്താ പറയാ, ജനാധിപത്യ വിരുദ്ധമായിട്ട്, നിയമവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അതുകൊണ്ട് നിങ്ങൾ തേങ്ങ ചിരകുമ്പോൾ ഞങ്ങൾ ചിരട്ടെയെങ്കിലും ചിരവട്ടെ, ഭരണത്തിലിരിക്കുന്നത് പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ളതാണെന്ന് വളരെ കൂളായിട്ട് പറയുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചത് വലിയ പ്രശ്നമല്ല. തിരുവനന്തപുരത്ത് നടന്ന ഒരു ഫെസ്റ്റിവലിൽ ഗോവിന്ദ മാഷും കെ സുരേന്ദ്രനും സണ്ണി ജോസഫുള്ള KJ ജേക്കബ് ചോദിക്കുന്ന ചോദ്യത്തിന് സണ്ണി ജോസഫ് പറയുന്ന മറുപടി, വയനാട്ടിൽ പൈസ പിരിച്ചിട്ടും എന്തുകൊണ്ട് വീടുണ്ടാക്കുന്നില്ല, സ്ഥലം വാങ്ങില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ ഭരണത്തിലില്ലാത്ത പാർട്ടിയാണ്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണ്. ഭരണത്തിൽ ഉണ്ടാവുന്നത് പൈസ ഉണ്ടാക്കാനാണെന്ന് യാതൊരു മറയുമില്ലാതെ പറയുകയാണ് UDFന്റെ ആളുകൾ. ലീഗിന്റെ ആളുകൾ പച്ചയ്ക്ക് പറയാണ്, അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് ചാൻസ് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചിലപ്പം BJPയിൽ പോകുന്നു സാംസ്കാരിക നായകന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ സേനാപതി വേണു പറയുന്നത്, കൊടിമരത്തിന്റെ സ്വർണ്ണാമ റെസീറ്റ് ഒന്നും കൊടുക്കേണ്ടതില്ല, അത് ആൾക്കാർ ഭക്തി കൊണ്ട് തരുന്നതാണ്, അത് കുറച്ച് ഞങ്ങൾക്ക് കൊടുക്കാം, കുറേ സ്വർണ്ണമുള്ള ആൾക്കാർ തരുന്നതല്ലേ എന്നുള്ളത്. പക്ഷെ ഇത് നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിൽക്കില്ല, ഹൈക്കോടതിയോട് ഇത് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ്. ഹൈക്കോടതിയാണെങ്കിൽ ഈ കേസ് വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. ശരിക്കും പാട്ട് പാടി കുടുങ്ങി എന്നുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ. CPMന്റെ ഏതെങ്കിലും നേതാക്കൾ, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ വളരെ കർശനമായ നിലപാടുകൾ ഉണ്ടാവണം, നടപടി ഉണ്ടാവണം. അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ, പത്മകുമാർ ആയിരുന്നാലും ആരായിരുന്നാലും. പക്ഷേ കോൺഗ്രസിന്റെ കാലത്ത് നടന്ന അഴിമതിയുടെ പേരിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ മിനിസ്റ്റർ രാജിവെക്കുമെന്ന് പറയുന്ന ആ ലോജിക്കാണ് മലയാളിക്ക് പിടികിട്ടാത്തത്. ഇത് അതിന്റെ ക്ലൈമാക്സിലേക്ക് പോവാണ്, ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കി പോകുന്നത് ഒരുപക്ഷെ ചർച്ചയ്ക്ക് നല്ലതായിരിക്കും. അതിനു മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ 10 വർഷം തുടർച്ചയായിട്ട് ഇടതുമുന്നണി കേരളം ഭരിക്കുന്നു. ഈ 10 വർഷം നോക്കിയാലും ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെയോ ഒന്നും, ഏതെങ്കിലും ഒരു അഴിമതി ആരോപണവുമായി വന്ന് സ്ഥാപിച്ച് വിജയിക്കാൻ ഒന്നും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി അപ്പുറത്ത് പറഞ്ഞാൽ 90,000 കോടിയുടെ കിഫ്ബി പ്രോജക്റ്റുകൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടും ഒരു ആരോപണം പോലും ഇല്ലാതെ മികവോടെ നടക്കുമ്പോഴാണ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇത്ര വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. ഹൈക്കോടതിയുടെ തന്നെ സംശയങ്ങൾ, ഇങ്ങനെ പിരിച്ചത് എന്തിന്, എന്നിട്ട് എന്താണ് റെസിപ്റ്റ് കൊടുക്കാതിരുന്നത്, അതിൻ്റെ ബാലൻസ് 30 പവൻ ഇത് എവിടെ പോയി, ആര് കവർന്നു എന്ന് ചോദിക്കുന്നത് മാധ്യമങ്ങളല്ല, സമൂഹ മാധ്യമങ്ങളല്ല, ഹൈക്കോടതിയാണ്. അത് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞ് കോടതി തന്നെ ഒരു അന്വേഷണ സംഘത്തെയും വെക്കുകയാണ്. ഇവിടെ ഞാനത് പറയാൻ കാര്യം, ശ്രീ ജയചന്ദ്രനിലേക്ക് വരുമ്പോൾ, ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൻ്റെ കാലയളവിൽ 2 ചോദ്യോത്തരങ്ങൾ കൂടി ഒന്ന് കാണാം. അതായത് മുമ്പ് പറഞ്ഞ പോലെ 2017 ഈ കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ സമയത്ത് ഈ ഫയലുകൾ ദേവസ്വം മന്ത്രിയിലേക്ക് പോയിരുന്നൊന്നും കോൺഗ്രസ്സിന് പറയാൻ കഴിയില്ല, കോൺഗ്രസ്സിന് ആരോപിക്കാനേ കഴിയില്ല. പക്ഷേ 2019 വരുമ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പരമാവധി ശ്രമിച്ചു, അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, മാനനഷ്ട കേസായി നിൽക്കുന്നു. അതിലിതുവരെ ഒരു തെളിവ് കോടതിക്ക് മുമ്പാകെ പ്രതിപക്ഷ നേതാവ് കൊടുത്തില്ല. പക്ഷേ സമർത്ഥമായി ചില ചോദ്യങ്ങളുമായി പ്രതിപക്ഷ MLA-മാർ ഈ നിയമസഭാ സമ്മേളനത്തിൽ വരികയുണ്ടായി. ആ ഡോക്യുമെൻ്റ് കൂടി ഒന്ന് കണ്ടുകൊണ്ട് ശ്രീ ജയചന്ദ്രനിലേക്ക് വരാം. അതായത് നമുക്കൊന്ന് കാണാം, MLA-മാർ ചോദിച്ച, കോൺഗ്രസ് പ്രതിപക്ഷ MLA-മാർ ചോദിച്ച ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ എൽദോസ് കുന്നപ്പള്ളി ആവാനാണ് സാധ്യത. എൽദോസ് കുന്നപ്പള്ളിയുടെ ചോദ്യമുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്നത്, CR മഹേഷുണ്ട്, റോജിയുണ്ട്, എൽദോസ് കുന്നപ്പള്ളിയുണ്ട്. ചോദ്യം ഇതാണ്: 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി പങ്കെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളുടെ മിനിറ്റ്സിൻ്റെ പകർപ്പ് ലഭ്യമാക്കാമോ? ഉത്തരം: ആ കാലയളവിൽ ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളിൽ ഒന്നിലും ദേവസ്വം മന്ത്രി പങ്കെടുത്തിട്ടില്ല. മാത്രവുമല്ല, ഈ ആക്ട് പ്രകാരം ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ അംഗങ്ങൾക്ക് മാത്രമേ കഴിയൂ. ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല എന്ന് എൽദോസ് കുന്നപ്പള്ളി വാങ്ങിച്ചെടുത്തു. അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചോദ്യം.
ചോദ്യം, ബോർഡ് മീറ്റിങ്ങുകളുടെ മിനിറ്റ്സിൻ്റെ പകർപ്പ് ലഭ്യമാക്കാമെന്ന് എൽദോസ് ചോദിക്കുമ്പോൾ CR മഹേഷ് ചോദിക്കുന്നത് 2021 മുതൽ നേരത്തെ പ്രേംകുമാർ പറഞ്ഞ പോലെ നാളിതുവരെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് വെച്ചാൽ പിന്നീട് VN വാസവനെ ലക്ഷ്യമിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തതിൻ്റെ മിനിറ്റ്സ് ലഭ്യമാക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും ഇതേ ഉത്തരം, പങ്കെടുത്തിട്ടില്ല. ദേവസ്വം മന്ത്രിക്ക് ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നത്. വളരെ കണ്ണിങ് ആയി, വളരെ ഇൻ്റലിജൻ്റായ ചോദ്യങ്ങൾ, പക്ഷേ ഉത്തരങ്ങൾ കൊണ്ട് വീണു. അടുത്തത് റോജി എം ജോണിൻ്റെ ചോദ്യം. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ അന്നത്തെ വകുപ്പ് മന്ത്രി, ദേവസ്വം മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എത്ര മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു? സ്ഥലം, തീയതി, സമയം ഉൾപ്പെടെ വിശദമായി നൽകാമോ? അപ്പോഴും ഉത്തരം സെയിം, അങ്ങനെ പങ്കെടുത്തിട്ടില്ല. മാത്രവുമല്ല, ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ ദേവസ്വം മന്ത്രിക്ക് പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. അങ്ങനെ ഉത്തരം വാങ്ങിച്ചെടുത്തു. വളരെ വലിയ നീക്കമാണ് നടത്തിയത്, പക്ഷേ വല്ലാതെ അങ്ങ് പാളിപ്പോയി. നേരത്തെ പ്രേംകുമാർ പരാമർശിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട് ശ്രീ ജയചന്ദ്രൻ. ഒന്ന്, ഇന്നത്തെ ഒരു ദിവസം തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ അന്വേഷണ സംഘം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ കൊടുത്ത ദിവസമാണ്. രണ്ടാമത്തെ കാര്യം, പോറ്റിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ ബന്ധം, 2004 മുതലുള്ള ബന്ധം വലിയ പ്രശ്നമായി സമൂഹത്തിൽ നിൽക്കുകയായിരുന്നു. അത് ഇപ്പോൾ കുറേ കൂടി ആളുകൾക്ക് ഉറപ്പിച്ച് ബോധ്യപ്പെടുന്ന ഒരു നില വന്നോ? പരികർമ്മിയായി എത്തിയ പോറ്റി 2004-ൽ, പിന്നീട് ഏതാണ്ട് 2006-ൽ സർക്കാർ മാറുന്ന സമയത്ത് ഇയാൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകുന്നു. 2006-ലെ സർക്കാർ 2011-ൽ മാറി UDF വരുമ്പോൾ വീണ്ടും വരുന്നു. ആ കാലയളവിൽ പ്രയാറിൻ്റെ കാലത്ത് അങ്ങനെ മടങ്ങി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന പദവിയിലെത്തിക്കുന്നു. അവിടെ നിന്ന് കൊടിമരം, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ ഒരു വലിയ അസൈൻമെൻറ്റായി ആ സ്പോൺസറുടെ കീഴിൽ നടന്നതിൻ്റെ വലിയ ക്രമക്കേടുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. തുടർന്ന് അതിങ്ങനെ മുന്നോട്ട് പോയി പിടിക്കപ്പെടുന്ന നിലയുണ്ടായി. അപ്പോൾ പോറ്റിയും കോൺഗ്രസും തമ്മിലുള്ള നിലനിന്ന സംശയങ്ങൾ ബലപ്പെടുന്നു, ആളുകൾക്ക് ബോധ്യപ്പെടുന്നു. ആ ബന്ധം വെളിപ്പെട്ട സാഹചര്യത്തിലാണോ ഇന്ന് കേരളം നിൽക്കുന്നത്? ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണോ? ഇതിൽ ഈ താങ്കൾ ആദ്യം ചൂണ്ടിക്കാണിച്ച ആ നിയമസഭയിലെ ചോദ്യോത്തരങ്ങളുണ്ടല്ലോ, ഞാനത് എത്രയോ നാളായി, ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയ്ക്ക് ഞാനൊരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ കൈരളിയിലടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, രേഖ കണ്ട് പ്രേക്ഷകർക്ക് ഒരു കാര്യം ശ്രീ ജയചന്ദ്രൻ എന്താണെന്ന് വെച്ചാൽ, ഈ ചർച്ചകളിൽ വർത്തമാനത്തിനോടൊപ്പം തന്നെ അനുബന്ധമായ രേഖകളും വീഡിയോയും ഒക്കെ വരുന്നത് കുറെ കൂടി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഡോക്യുമെൻ്റ് കൂടി കാട്ടിയത്. പറഞ്ഞോളൂ. സോറി. അല്ല, അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമോ അപാകതയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അന്ന് ഒരു 10 പ്രാവശ്യമായി കൈരളിയിൽ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണത്തിന് ശേഷം കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ ദേവസ്വം ബോർഡ് രൂപീകരിച്ചല്ലോ. അപ്പോൾ അതുമുതൽ ഇന്നേ വരെ ഒരു ദേവസ്വം മന്ത്രിക്കും ഒരു ദേവസ്വം ബോർഡ് മീറ്റിങ്ങിലും ഒപ്പിടാൻ ഇതുവരെ ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം അതിനുള്ള അധികാരം ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഒപ്പിടാൻ പറ്റാത്തത്. അതുതന്നെയാണ് ഈ നിയമസഭയിൽ കൊടുത്ത മറുപടിയിലും കാണുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഈ ചർച്ചയിൽ കൈരളിയിലൂടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥലത്തെ ഇന്നലെ ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായ ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്നത് ADGP വെങ്കടേഷിനെയാണല്ലോ. അദ്ദേഹവും SP ശശിധരനും ഇന്നലെ ഹൈക്കോടതിയിൽ ഹാജരായി വിശദമായി ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടന്നു എന്ന് തന്നെ ഹൈക്കോടതി പറയുന്നുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് പിന്നെ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതേതാണ്ട് ആ അന്വേഷണം അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇന്നലെ 262 പേരെ ഇതുവരെ സാക്ഷിമൊഴികൾ ഹാജരാക്കിയെന്ന് പറയുന്നുണ്ട്. അതിന് മുൻപ് 201-ഉം അതിനു മുമ്പുള്ള ഇടക്കാല ഉത്തരവിൽ 182-ഉമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നലെ 262 പേരാണ് ഇന്നലത്തെ സാക്ഷിമൊഴികളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി അധികം താമസിക്കാതെ അവർക്ക് ആ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഒരു വശത്ത്. അപ്പോഴാണ് പിന്നെ ഹൈക്കോടതി അതവിടെ വെച്ചുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി ഈ 2017-ലെ കൊടിമരത്തിൻ്റെ പ്രശ്നം, വാജിവാഹനത്തിൻ്റെ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഏറ്റവും നിർണായകമായി ചൂണ്ടിക്കാണിക്കുന്നത് വലിയ ഒരു പിന്നെ വെട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ അതിൻ്റെ അകത്ത് പറയുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് പിന്നെ ഇവർ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നതായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഈ വന്നിട്ടുള്ള ഉത്തരവിൽ. ഇറ്റ് ഈസ് ഫർദർ സ്റ്റേറ്റഡ് ദാറ്റ് ഇൻ ഓർഡർ ടു അസർട്ടൈൻ വെദർ എനി മിസ്അപ്രോപ്രിയേഷൻ ഹാസ് ഒക്കേർഡ് ഇറ്റ് ഈസ് നെസസറി ടു കോൺടാക്ട് ആൻഡ് റെക്കോർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് the 27 individuals who are stated to have donated gold
ടു ദ ഫ്ലാഗ് മാസ് ടു വർക്ക്. ഇത്രയും പറഞ്ഞ് അത്രയും സമർപ്പിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ടാണ് പിന്നീട് വിജിലൻസ് ഇത് 30 ദിവസം അന്വേഷിച്ച് റിപ്പോർട്ട് തരാനായിട്ട് ആവശ്യപ്പെടുന്നതും അതിൻ്റെ ഒരു ലെറ്റ് ദിസ് മാറ്റർ ബി ലിസ്റ്റഡ് ഓൺ 19/2/2026 ഓൺ വിച്ച് ഡേ ശ്രീ എസ് ശശിധരൻ IPS ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷാൽ അപ്പിയർ ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യ അടിസ്ഥാന രേഖകളുമായി അന്ന് ഹാജരാവുകയും വേണം ഈ 19-ാം തീയതി. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് പിടിച്ചു. ഹൈക്കോടതി ഇതിൻ്റെ അകത്ത് നിർണായകമായ രണ്ടാമത്തെ കേസ് പിടിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഞാനിതിൻ്റെ അകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് തന്നെയാണ് പിടിച്ചത്. ഇനി ഇതിൻ്റെ അകത്ത് വരാൻ എന്തൊക്കെ അത് മാത്രം ഞാനിവിടെ പറയുന്നുള്ളൂ. ഞാൻ നേരത്തെ തന്നെ കൈരളി തന്നെ ആദ്യം പറഞ്ഞത്, ഇനി വരാനുള്ളത് ഈ കൊടിമരത്തിൻ്റെ കൂടെ വരാനുള്ള വേറൊരു സുപ്രധാന പ്രശ്നം 3 താഴികക്കുടങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് സ്ഥലത്തെ അവിടുന്ന്. ശ്രീകോവിലിൻ്റെ മുകളിലുള്ള 3 താഴികക്കുടങ്ങൾ. ഞാൻ ആദ്യം അത് പറഞ്ഞത് കൈരളി ചർച്ചയിൽ തന്നെയാണ്. അത് ഇപ്പോൾ SITയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ 3 താഴികക്കുടങ്ങളും കൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ തിരിച്ച് പണിതൊരുക്കി തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ഇനി കടക്കാൻ പോണു. അപ്പോൾ പുതിയ വിഷയങ്ങൾ ഈ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി അതിൻ്റെ തിരി മാത്രമേ നീട്ടിത്തരുന്നുള്ളൂ നമ്മുടെ മുമ്പിലേക്ക്. അതിൻ്റെ വെളിച്ചം പൂർണ്ണമായിട്ട് വരണമെങ്കിൽ ഇനി സമയമെടുക്കും. പക്ഷേ നിശ്ചയമായും അതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ഇടക്കാല ഉത്തരവ് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കിയത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് വന്നാൽ, ഈ തന്ത്രിയുടെ കാര്യം, കണ്ഠരര് രാജീവര് ഞാൻ അതും നേരത്തെ കൈരളിയിലാണ് പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ശരത്തിൻ്റെ തന്നെ ചർച്ചയിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ പറയുന്ന നെടുമ്പറമ്പിൽ എന്ന് പറയുന്ന ആ ബ്ലേഡ് കമ്പനി അല്ലാതെ കോട്ടയത്തൊരു ബ്ലേഡ് കമ്പനിയിൽ 5,58,00,000 രൂപ ഇദ്ദേഹത്തിന് നിക്ഷേപമുള്ളതായിട്ട് വിവരം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് പക്ഷെ വന്നിട്ടുള്ളത് 2,05,00,000 രൂപ തന്ത്രിയുടെ പേരിലും 65,00,000 രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ബാക്കി വരാൻ കിടക്കുന്നു. പക്ഷേ ഞാൻ ഈ അന്ന് പറഞ്ഞ 5,58,00,000 അല്ല. ഇപ്പോൾ ഞാൻ ഇന്ന് കേട്ടത്, എൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ്. ഈ തന്ത്രിയുടെ പേരിൽ 10 കോടി, ഭാര്യയുടെ പേരിൽ 5 കോടി എന്നൊക്കെ അവരെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുമായിക്കോട്ടെ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർക്ക് ഹൈക്കോടതിയിൽ പരാതി സമർപ്പിക്കാമെന്നും അങ്ങനെ പരാതി നൽകുന്നവർക്ക് അവർ അവിടെ അടച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ള തുകയുടെ 4% തിരിച്ചു കിട്ടാൻ അർഹതയുണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ വിധി വരുന്നത് കഴിഞ്ഞ 1 വർഷം മുമ്പാണ്. ഇതുവരെ എന്തുകൊണ്ട് ഇവർ കൊടുത്തിട്ടില്ല അപേക്ഷ എന്നുള്ള അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞു SIT. ഒറ്റ ഉത്തരവേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. IT റിട്ടേൺസ് അടക്കേണ്ടി വരും. അപ്പോൾ ITയുടെ റഡാറിലേക്ക് അത് വരും. അത് എന്നുള്ളത് അങ്ങനെ റഡാറിലേക്ക് വരുമെന്നുള്ളതുകൊണ്ട് അത് മറച്ചു പിടിച്ചു ബോധപൂർവം. ഇനി മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട ശ്രീ സേനാപതി വേണു, ഈ ബോർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ 2005 രാമൻ നായരുടെ ബോർഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു വർഷം മുമ്പ് തന്നെ ഈ ഉണ്ണിപ്പോറ്റി അവിടെ വരുന്നുണ്ട് 2004. അത് മറ്റൊരു കഥയാണ്. ഞാനതും കാര്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വേറൊരു ഘട്ടത്തിൽ പറഞ്ഞോളാം വിശദമായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ അഴിമതിയാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ ശരത ഒരു ചർച്ചയിൽ. നേരിട്ട് ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പണി നിർത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കും ഇതാണ്, എഴുതി തുലക്കേണ്ടി വരും. പക്ഷേ ചെയ്തില്ല. അങ്ങനെ അതിന് തയ്യാറായല്ലോ, നിങ്ങളുടെ പണി നോക്കി പോകാൻ എന്നോട് പറഞ്ഞത്. തുടർച്ചയായിട്ട് എഴുതുകയും ചെയ്തത്. അത് പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? VS ഗവൺമെൻറ് വന്നപ്പോഴേക്ക് അതുവരെ 3 വർഷം വെച്ചാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. VS ഗവൺമെൻറ് വന്നപ്പോൾ അത് 2 കുറച്ചു. അങ്ങനെ രാമൻ നായരുടെ ഭരണം തീർന്നു. അത് കഴിഞ്ഞ് CK ഗുപ്തൻ വന്നു. അത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് രാജഗോപാൽ വരുന്നു. രാജഗോപാൽ വന്നതിന് ശേഷം തൊട്ട് പിന്നാലെയാണ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ വരുന്നത്. ഗോവിന്ദൻ നായർ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഭരണത്തിൽ ചെയ്തത്. ഈ 2 വർഷം എന്നുള്ളത് വീണ്ടും അത് 3 വർഷമാക്കി മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഗോവിന്ദൻ നായർ കഴിഞ്ഞ ഉടനെ 15 ഇദ്ദേഹം വരുന്നത്, പ്രയാർ വരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നപ്പോൾ 3 കൊല്ലമാണ്. അപ്പോൾ അവിടെ ഒരു രാഘവൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഞാനതിന് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ഒരു ചെറിയ വെട്ടം അത്രേ ഉള്ളൂ. ഈ അവിടെ പ്രശ്നങ്ങളുണ്ടെന്നും അതിൻ്റെ അകത്ത് ചില അഴിമതികൾ വളരെ വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം രാഘവൻ ഉണ്ടാവുകയും അദ്ദേഹം അത് തൻ്റെ നേതൃത്വത്തെ, സംഘടനാ നേതൃത്വത്തെ
അറിയിക്കുകയും അതുവഴിയുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ പിന്നീട് കാണുന്നത് മുൻപ് ഉണ്ടായിരുന്നത് പോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ കാലാവധി 2 വർഷമാക്കി കുറയ്ക്കുന്നു. അങ്ങനെ 2017 നവംബറിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ബോർഡ് വീഴുന്നു. അതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ കളിയൊന്നും അല്ല അവിടെ കളിച്ചിട്ടുള്ളത്. ഒരു ദേവസ്വം ബോർഡ് നമ്മളെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, പേരുമൊക്കെ പറഞ്ഞ്. ഞാൻ ആ പേര് ഇവിടെ പറയുന്നിരുന്നുള്ളേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, തെളിവ് സഹിതമുള്ള കാര്യങ്ങളുണ്ട്. അത് പറയാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. കോൺഗ്രസ്സുകാരനായ പഴയ ബോർഡ് മെമ്പർ. ശരി, ഇതിപ്പോ നേരത്തെ സേനാപതി പറഞ്ഞത് കൂടി ചേർത്ത് 2017 അന്നത്തെ LDF സർക്കാർ നവംബർ മാസം, ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പോലെ നവംബർ മാസത്തിൽ പ്രയാറിൻ്റെയും ഒക്കെ ആ ഭരണസമിതിയെ പിരിച്ചുവിടുകയാണ്. ആ 2017 6-ാം മാസത്തിൽ ആണ് ഈ പരിപാടിയൊക്കെ നടത്തിയിരിക്കുന്നത്. ഭക്തരിൽ നിന്ന് വ്യാപകമായി സ്വർണം പിരിച്ചത്, അതുപോലെ തന്നെ പണം പിരിച്ചത്, എന്നിട്ടൊരു സ്പോൺസറെ കൊണ്ട് കൊടിമരത്തിൽ സ്വർണം പൂശിച്ചത്. ഇതിൻ്റെ കണക്കുകൾ ഒട്ടും വ്യക്തമല്ല, കണക്കുകളില്ല, രസീതുകൾ കൊടുത്തിട്ടില്ല, സ്വർണം കാണാനില്ല എന്ന അവസ്ഥയുണ്ടായത്. ശ്രീ അനിൽകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തെ 2019 വിഷയത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കിയത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രതിപക്ഷവുമാണ്, വിശേഷിച്ച് കോൺഗ്രസ്സാണ്. ഇന്നിപ്പോൾ SIT അന്വേഷിച്ച് വളരെ ശരിയായി ശാസ്ത്രീയമായി ഹൈക്കോടതിക്ക് പൂർണ്ണ തൃപ്തിയോടെ ആ അന്വേഷണം അങ്ങനെ 2019 നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്, പിന്നോട്ടും പോയിട്ടുണ്ട്. 2014 എത്തി നിൽക്കുന്നു. 2004 മുതലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയുമായുള്ള ബന്ധമെല്ലാം ഈ SITയുടെ അന്വേഷണത്തിൻ്റെ നിരീക്ഷണ വലയത്തിനുള്ളിലാണ്. ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് നേതൃത്വം നേരിടുകയാണോ? ഇപ്പോൾ അപ്പുറത്ത് പത്മകുമാറും വാസുവും ആ ഭരണ ചുമതലയുടെ പേരിൽ കുറ്റക്കാരായി അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പലരും സംശയത്തിൻ്റെ നിഴലിലാണോ? ഇവർ പറയുന്നത് പലതും പരസ്പര വിരുദ്ധമായി മാറുകയാണോ? കോൺഗ്രസ് നേതൃത്വം അപ്പാടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ ബന്ധത്തിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു ദൃഢബന്ധം, സാമ്പത്തിക ഇടപാടുകൾ ആളുകൾക്ക് കുറെ കൂടി വെളിപ്പെടും വിധത്തിലേക്ക് ഒരു യാഥാർത്ഥ്യമായി കൂടുതൽ ശക്തമായി മാറിക്കഴിഞ്ഞോ? എന്താണ് കാണുന്നത്? ഇവിടെ UDFൻ്റെ ഭരണകാലത്ത് തന്ത്രിയുടെ പിന്തുണയോടുകൂടി ശബരിമലയുടെ ഒരു പ്രതിനിധിയായി പ്രവർത്തിച്ച ഈ പോറ്റിയെ തിരിച്ചറിഞ്ഞ് പുറത്താക്കുന്നതിൽ LDFൻ്റെ 2019 ഭരണസമിതി വിജയിച്ചില്ല. അതിൻ്റെ വീഴ്ച അവർക്കുണ്ടായി. പക്ഷേ 2024 ഭരണസമിതിക്ക് ആ തെറ്റ് പറ്റിയില്ല. കാരണം അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഈ സ്പോൺസർ പോറ്റി ചിലപ്പോൾ അയ്യപ്പ സംഗമം തന്നെ സ്പോൺസർ ചെയ്തിരുന്നെങ്കിലോ? ഈ പോറ്റിയെ കൊണ്ടാണ് അയ്യപ്പ സംഗമം സ്പോൺസർ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ? അപ്പോൾ അയ്യപ്പ സംഗമം നടന്നപ്പോൾ ഇത്തരം പോറ്റിമാരെ അവിടുന്ന് പുറത്താക്കാൻ കഴിഞ്ഞു. എന്നിട്ട് അയ്യപ്പ സംഗമത്തിൻ്റെ തീം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ശബരിമലയ്ക്ക് ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ട് ചെയ്യുക, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുക, ഇന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ വികസന പ്രൊജക്റ്റുകൾ, നിങ്ങളതിന് സഹകരിക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരടക്കം നേരിട്ട് ശബരിമലയുമായി ഒരു വാതിലുണ്ടാക്കുക, ഇടനിലക്കാർ വേണ്ട, പോറ്റിമാർ വരണ്ട. ഇതാണ് ശബരിമലയുടെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ തീം. ആ തീം അട്ടിമറിക്കാൻ വേണ്ടി ഒരു സംഗമം നടത്തി കോൺഗ്രസ്, വേറൊരു സംഗമം നടത്തി BJP സംഗമം നടത്തിയെടുത്ത് പന്തളത്ത് BJP തോറ്റുപോയി. കോൺഗ്രസ് സംഗമം നടത്തി. എന്നിട്ട് എന്താ VD സതീശൻ പറഞ്ഞത്? സതീശൻ്റെ പ്രസംഗം കേട്ടാ? കടുവയുടെ പുറത്ത് വരുന്ന അയ്യപ്പൻ, അതാണ് സതീശന് ശബരിമലയെക്കുറിച്ചുള്ള അറിവ്. ഒത്തിരി പുസ്തകം വായിക്കുന്ന VD സതീശൻ്റെ പ്രസംഗമാണ്. പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കടുവയുടെ പുറത്ത് വരുന്ന അയ്യപ്പനാണ് സതീശൻ്റെ അയ്യപ്പൻ. അപ്പോൾ എങ്ങനെയാണ് സതീശൻ്റെ പുസ്തകം വായനയുടെ ഗുണം? യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ശബരിമല കുട്ടിക്കളിയാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിന് അങ്ങനല്ല. ഇവിടെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണ്? ഈ പോറ്റിയുടെ ചുറ്റിക്കളി ശബരിമലയിൽ മാത്രം നിന്നില്ല. ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഈ തസ്കര സംഘത്തെയും കൂടെ കൂട്ടി ശബരിമലയിൽ നിന്ന് വന്നവർ, അങ്ങനെയുണ്ടോ? ശബരിമലയിൽ നിന്ന് വന്നവർ ഈ തന്ത്രിയുടെക്ക് മേലെയുള്ള ഒരു തന്ത്രിയാക്കിയാണ് ഈ പോറ്റിയെ സോണിയാഗാന്ധിയുടെ മുന്നിൽ കൊണ്ട് അവതരിപ്പിച്ചത്. ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് സോണിയാഗാന്ധിയുടെ രോഗം ഭേദമാക്കാനുള്ള കാര്യങ്ങളെല്ലാം പോറ്റി അവിടെ പോയി ചെയ്തു എന്നുള്ളതാണ്. ഈ പോറ്റിയെ കൊണ്ടാണ് രോഗം ഭേദമാക്കുന്നത് കോൺഗ്രസ്. ഒരു കോൺഗ്രസ് നേതാവ് ചർച്ചയിൽ പറയുന്നത് കേട്ടതാണ്. എന്താണ് സോണിയാഗാന്ധിയുമായിട്ട് ഇവർക്കുള്ള ബന്ധം? അത് കോൺഗ്രസിൻ്റെ കർണാടക നേതാക്കൾ വഴിയാണ് ബന്ധമെന്ന് ആൻ്റണി പറയുന്നു. ഞങ്ങളിലൊന്നുമല്ല പിടി, കേന്ദ്രത്തിൽ തന്നെയാണ് പോറ്റിക്ക് പിടി എന്നല്ലേ ഇവരുടെ വാദം. ഈ കോൺഗ്രസ്സിന് എവിടെ പോയി രക്ഷപ്പെടാൻ പറ്റും? അവിടെയാണ് പറയുന്നത് 2019 വീഴ്ച പറ്റിയ ഇടതുപക്ഷത്തിൻ്റെ ബോർഡിലെ ഒരാൾ പോലും ഒരു കളങ്കവും വ്യക്തിപരമായി അതിൻ്റെ പങ്ക് പറ്റിയിട്ടില്ല. അവരാരും സ്വർണത്തിൻ്റെ കണക്ക് പറയാൻ പോയിട്ടില്ല. കാരണം എന്താണ്? അവർക്കതിൽ ബന്ധമില്ല.
അത് കൊണ്ടുപോയതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളായിട്ട് ഉത്തരവിലുള്ളൂ. പക്ഷേ ക്രിമിനൽ കേസിൽ അവർ ജയിലിൽ കിടക്കുകയാണ്. വീഴ്ചയല്ലേ? നിയമം അതിൻ്റെ തീരുമാനം ഉണ്ടാക്കട്ടെ. ഞങ്ങൾ അതിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. വീഴ്ച ഭരണപരമായ വീഴ്ചയാണ്. ആ ഭരണപരമായ വീഴ്ചയ്ക്ക് ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് പറയുന്നതല്ല. ഹൈക്കോടതി ദേവസ്വത്തിൻ്റെ ഓഡിറ്റ് അധികാരമുള്ള ഒരു അധികാര സ്ഥാപനമാണ്. 2019 നടന്ന കാര്യം ഇപ്പോഴാണോ ഈ ഹൈക്കോടതി അറിയണത്? 6 കൊല്ലം വേണോ ഹൈക്കോടതിക്ക് ഇത് മനസ്സിലാക്കാൻ? ഹൈക്കോടതി വെച്ച ഉദ്യോഗസ്ഥന്മാരവിടെ ഇല്ലേ? അവരെന്താ റിപ്പോർട്ട് ചെയ്യാഞ്ഞത്? അപ്പം വീഴ്ച ഹൈക്കോടതിക്കും പറ്റി, ദേവസ്വം ബോർഡിനും പറ്റി. അതിൽ ഹൈക്കോടതി പറയുന്ന ദേവസ്വം ബോർഡുകാർ ജയിലിൽ കിടക്കട്ടെ, അവർ ജയിലിൽ കിടന്നോട്ടെ, നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങൾ തർക്കിക്കുന്നില്ല, നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹൈക്കോടതിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഒഴിച്ചുവിടാൻ പറ്റുമോ? ശരി, ഞാൻ ഈ കാര്യം ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ പുതിയ കാര്യമല്ല. കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീഴ്ച പറ്റിയതിൽ ഹൈക്കോടതിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, 2019 ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരോ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളോ ഇടതുപക്ഷ പ്രവർത്തകരോ സ്വർണം കട്ടവരല്ല. പക്ഷെ പണം വാങ്ങുകയും അപകരണം നടത്തുകയും ചെയ്തവരുണ്ട്. സുരേഷ് ഗോപി സ്വർണം കൊണ്ട് സമർപ്പിക്കുന്നത് നമ്മുടെ മുമ്പിൽ ദൃശ്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അജയ് തറയിൽ പറയുന്നത് ഒരു തരി സ്വർണം പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. എന്നിട്ട് ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന് പറയുക സുരേഷ് ഗോപിയുടെ ഇത്ര ഗ്രാം, ആരാ അളന്നെടുത്തത്? റെസീറ്റ് ഉണ്ടോ? ശരി, ഇഷ്ടം പോലെ വാങ്ങിച്ചെടുത്തെന്നേ, ലോകം മുഴുവൻ നടന്ന് പിരിച്ചെന്നേ. സിംഗപ്പൂരിൽ നിന്ന് പിരിച്ചില്ലേ? കുറേ കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, കുറേ കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന്. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ശരി, ഈ കൊടിമരത്തിൻ്റെ പേരിലുള്ള കൊള്ള എന്താണ് UDFൻ്റെ ഭരണസമിതി അവിടെ ചെയ്തത്? അത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശബരിമല പറഞ്ഞതിന് വഴിയിൽ ഇറങ്ങാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ ശബരിമലയിൽ നിന്ന് വഴിയിൽ ഇറങ്ങിയില്ലെങ്കിലും കോൺഗ്രസിൻ്റെ മേലെ ചോദ്യങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോണിയാഗാന്ധിയെ എന്തിനു പോയി കണ്ടു? സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഒരു വിശദീകരണവും നാട്ടിലുണ്ടായിട്ടില്ല. ഇപ്പോൾ കൊടിമരം എന്തിനു മാറ്റി? ഒരു ഉത്തരവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. കോൺഗ്രസ്സുകാർ ഉത്തരം പറയില്ല. അതിന് കാരണം മാധ്യമങ്ങളുടെ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ പ്രിവിലേജിലാണ് കോൺഗ്രസ്സുകാർ ഈ എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ ശരത്തെ അവസാനിപ്പിക്കാം. കോൺഗ്രസ്സുകാർ വിചാരിച്ചെന്താണ്? വികസന കാര്യങ്ങളിൽ വിസ്മയം സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ LDF സർക്കാർ. ഉമ്മൻചാണ്ടി കല്ലിട്ട് പോയ ഒരു സ്ഥലമാണ് ക്യാൻസർ സെൻറ്റർ കൊച്ചി 2015. അതുയർത്തി കിബിയാണ്. കിബിയെ തള്ളിപ്പറഞ്ഞൊരു മാപ്പ് പറയുമോ? കിബി ഇല്ലായിരുന്ന ദേശീയപാതയുണ്ടോ? കിബി ഇല്ലായിരുന്ന ഡിജിറ്റൽ സയൻസ് പാർക്കുണ്ടോ? ഇന്ത്യയിൽ എവിടെങ്കിലും ഒരു ഡിജിറ്റൽ സർവകലാശാലയുണ്ടോ? ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ചില സാഹിത്യ നായകന്മാർ അവർ ഏത് ലോകത്താണ്? ഒരു പൂർണ്ണ ജനാധിപത്യ സമൂഹം വന്നു കഴിഞ്ഞാൽ ആ ജനാധിപത്യ സമൂഹത്തിലെ പൂർണ്ണ ജനാധിപത്യ അനുഭവിക്കുന്ന മനുഷ്യർക്കുണ്ടാകാൻ കഴിയുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ തലത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്ന ഏത് ലോകത്താണ്? ഇന്ത്യ മുഴുവൻ വർഗീയത കൊണ്ട് തീക്കൊള്ളി കൊണ്ട് നമ്മുടെ സമൂഹത്തെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിരോധ ദുർഗമായ കേരളത്തെയാണ്. ഈ പ്രതിരോധ ദുർഗം വേണ്ട, വർഗീയതയുടെ മറുഭാഗം വരട്ടെ. UDF വരട്ടെ എന്ന് പറഞ്ഞാൽ BJPക്കെതിരായ വർഗീയതയുടെ മറുഭാഗം വരട്ടെ എന്നാണ്. മതനിരപേക്ഷവാദികൾ വരട്ടെ എന്നല്ല. ആ മതനിരപേക്ഷവാദികളല്ല, മറുഭാഗത്ത് വർഗീയതയാണ് എന്ന് മനസ്സിലാകാത്ത ഏത് സാഹിത്യകാരനാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇവർക്ക് ബുദ്ധിജീവികളെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിയാണ്? ഈ ബുദ്ധിയല്ലേ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു ബുദ്ധിജീവിയെക്കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല പറയുന്നത്. അവർ ചിന്തിക്കേണ്ട കാര്യം അപായകരമായ സാഹചര്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുകയാണ് ഇടതുപക്ഷം. ആ തിരിച്ചറിവ് ഉണ്ടാകണം. അത് മറച്ചു വെക്കാൻ ശബരിമല ഉപയോഗിച്ചു, കുറേ ദുരുപയോഗിച്ചു. ഇത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ഇടതുപക്ഷം. ഏതായാലും സേനാപതിക്ക് ആ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ട്. സേനാപതി ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സേനാപതിയിലേക്ക് വരാം. ശ്രീ സേനാപതി, 2019 ഭരണപരമായ ആ വീഴ്ചയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ 2026 നിൽക്കുമ്പോൾ എന്താണ് സർക്കാർ ചെയ്യുന്നത്? അവിടെ കെ ജയകുമാറിനെ പോലെയൊക്കെയുള്ള ആളുകളെ ആ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച് അതിനെ മികവുറ്റതാക്കാൻ വേണ്ടുന്ന ഭരണപരമായ വീഴ്ചകൾ പോലും വരാതിരിക്കാൻ പാകത്തിന് കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നേരെ പുറകോട്ട് പോയാലോ? കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ ഇപ്പോൾ സാമ്പത്തിക അപഹരണം, സ്വർണ്ണാപഹരണം, ഇതേ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൊടിമരം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിനെ നേരിടുന്ന ഒരു അവസ്ഥ വരുന്നു. ഈ അടൂർ പ്രകാശൊക്കെ പറഞ്ഞത്, ആൻ്റണി പറഞ്ഞതൊക്കെ പരസ്പര വിരുദ്ധമായി നിൽക്കുന്ന സാഹചര്യം വരുന്നു. പോറ്റിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ബന്ധം ആളുകൾക്ക് ബോധ്യപ്പെടും വിധത്തിലേക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു തലത്തിൽ പാരടി പാടി നടന്ന കോൺഗ്രസ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയല്ലേ? ഒന്ന്, നിങ്ങൾ 4 പേരുടെ ചർച്ച ഇപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യം, ഇനി അവശേഷിക്കുന്നത് വളരെ വിരലെണ്ണാവുന്ന മിനിറ്റുകളാണ്. ഒന്ന്,
അടൂർ പ്രകാശ് പറഞ്ഞതിനേക്കാൾ എത്രയോ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പോറ്റിയെ അറിയില്ല എന്ന് പറഞ്ഞ ആൾ പോറ്റിയുടെ വീട്ടിലെ നിത്യസന്ദർശകനും ഔദ്യോഗിക വാഹനത്തിൽ പോയി എന്നുള്ളത്. ഇനി ഇടയ്ക്ക് അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കിഫ്ബി ഏതെങ്കിലും അഴിമതി? കിഫ്ബിയിൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. ഓഡിറ്റിംഗ് നടക്കുമ്പോൾ അഴിമതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരാം. പിന്നെ ശ്രീ പ്രേംകുമാർ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ വിശ്വാസ്യത 2016 ഈ എന്താ പറഞ്ഞ അവാർഡ് കിട്ടി, ഇന്ന് പ്രതിപക്ഷ നേതാവിന് കിട്ടിയ അവാർഡ് കിട്ടിയ ആള് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ 10 കൊല്ലം കഴിയുമ്പോൾ തുടരരുത് എന്ന് ഞങ്ങളല്ല പറയുന്നത്, സച്ചിദാനന്ദനാണ് പറയുന്നത്. പിന്നെ ഫണ്ട് വെട്ടിച്ചതിന്റെ കാര്യമാണല്ലോ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്, ഞങ്ങളല്ലല്ലോ പറയുന്നത് ഫണ്ട് വെട്ടിച്ചതിന്റെ കാര്യം. അപ്പോ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ അനിൽകുമാർ പറയുന്നത് കേരളം എന്താ പറഞ്ഞ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിട്ടാണല്ലോ. ലോകത്തിനും മാതൃകയായതുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഇതുപോലെ ഇടതുപക്ഷത്തിന് കേരളത്തിൽ തിരിച്ചടി ഉണ്ടായത്. ഇനി ഈ തിരിച്ചടി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ആരും എന്താ പറഞ്ഞ ഒരു മോഷണവും നടത്തിയിട്ടില്ല. അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗവും ഡൽഹിയിലെ കർഷക സമരത്തിന്റെ ഭാഗവും ഒക്കെ ആയിട്ടാണല്ലോ പത്മകുമാറും വാസുവും ഒക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്, വിജയകുമാറും ഒക്കെ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചാനൽ ചർച്ചയിൽ വന്ന് ഈ പാർട്ടി ക്ലാസ്സിൽ സഖാക്കളോട് പറയുന്ന പോലെ, ഈ കോട്ടപ്പള്ളിയോടും ഉത്തമനോടും ഒക്കെ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യപ്പെടലാണ് നിങ്ങളിപ്പോ വി.ഡി. സതീശന് അതാണ് ഞാൻ ചോദിച്ചത്. സേനാപതി, ഇപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ ചെന്നുവിട്ട് നിൽക്കുകയല്ലേ? ഈ കൊടിമരത്തിന്റെ മെർക്കുറി പൂജയും ചിതലരിച്ചു, കോൺക്രീറ്റ് ചിതലരിച്ചു എന്ന് പറഞ്ഞ് സ്വർണം പിരിച്ചടിച്ചു മാറ്റിയതൊക്കെ ഇത് നാട്ടുകാരെ എങ്ങനെ ബോധ്യപ്പെടുത്തും? കോടതിക്ക് മനസ്സിലായിട്ടില്ല. പ്രേംകുമാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്വർണം വാങ്ങിച്ചതിന് റെസിറ്റ് കൊടുക്കലെന്ന്. ശബരിമലയില് ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ലക്ഷങ്ങളും കോടികളും ആളുകൾ നിക്ഷേപിക്കുന്ന റെസിറ്റ് കൊടുത്തോണ്ടാണ്. ഭണ്ഡാരത്തിന്റെ കാര്യമല്ല കോടതി പറഞ്ഞത്. നോ തെറ്റാണ്, ഭണ്ഡാരമല്ല, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഹൈക്കോടതി പറഞ്ഞത് ദേവസ്വം മാനുവൽ പ്രകാരം സംഭാവന വാങ്ങുന്നതാണ്. ഓപ്പൺ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആരുടെയും പ്രത്യേകിച്ച് ദേവസ്വം കമ്മീഷണറുടെ കീഴിൽ വരുന്ന അല്ല സ്വർണം. അതുകൊണ്ടാണ് അതിന്റെ അന്വേഷിക്കട്ടെ. പ്രേംകുമാർ, അല്ല ഞാൻ പറഞ്ഞ കാര്യമല്ല, ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് ഇവിടെ ശരത്തും ഞാനും പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പ്രശ്നം സേനാപതി വേണുവായാലും ആരായിരുന്നാലും ഇതിന് മറുപടി ചർച്ചയിലല്ല പറയേണ്ടത്, ഹൈക്കോടതിയിലാണ്. കോൺഗ്രസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം ഇതാണ്. അതായത് കോൺഗ്രസ്സുകാർ എന്ത് പറയണം, എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ല, കനകോലു എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഇതിന്റെ ഒരു രസം എന്താണെന്നറിയോ? കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നിങ്ങൾക്ക് പരസ്യവാചകം പറയാം. പ്രേംകുമാർ പൂർത്തിയാക്കൂ. നിങ്ങളുടെ വയനാട്ടിലെ കോൺക്ലേവിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച കനകോലു ആയിരുന്നില്ലേ? കാസർഗോഡ് ജാഥയുടെ വേദിയിൽ ഏറ്റവും പ്രമുഖനായിട്ടുണ്ടായിരുന്ന കനകോലു ആയിരുന്നില്ലേ? കെ സുധാകരന് എക്സംഷൻ കൊടുക്കണം എന്ന് പറയുന്ന കനകോലു അല്ലേ? ഇത് വെറുതെ പറയുന്നതല്ലോ. നിങ്ങൾ ഏത് മീറ്റിംഗിലാണ് കനകോലു ഇല്ലാത്തത്? കനകോലു എന്ന് പറഞ്ഞാൽ എന്താ മായാവി ഒന്നും അല്ലല്ലോ. എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് കനകോലുവാണ്. അയാളുടെ സർവേയിലാണ് LDFന്റെ MLA-മാർക്ക്. പക്ഷെ എന്താ പ്രശ്നം അറിയോ? കനകോലുവിന്റെ മറുപടികൾ പത്രസമ്മേളനത്തിൽ പറയാൻ കൊള്ളാം. സർക്കാർ ഭൂമി തരാത്തതുകൊണ്ടാണ് വയനാട്ടിൽ വീടുണ്ടാക്കാത്തതെന്നുള്ള പച്ചക്കള്ളം പത്രസമ്മേളനത്തിൽ പറയാം. പക്ഷെ കോടതി പോയി പറയാൻ പറ്റില്ലെന്നേ. കോടതി പോയിട്ട് കനകോലു പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി എടുത്തിട്ട് അലക്കും, പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, കനകോലു പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ കൊല്ലം 1.5 ആയില്ലേ? വയനാട്ടിലെ ദുരന്തം നടന്നിട്ട് കൊല്ലം 1.5 ആയില്ലേ? 2024 ജൂലൈ 30 രാത്രിയിലല്ലേ നടന്നത്? വർഷം 1.5 ആകാൻ പോവല്ലേ? കൊടുത്തോ വീട്? അതല്ലേ ചോദ്യം. എന്താ കൊടുക്കാത്തത്? ശരി, അതുകൂടി ചേർത്ത് അവസാനിപ്പിക്കാം. പ്രേംകുമാർ, എന്റെ സേനാപതി വേണു, അവിടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് പറയുന്നത് ടി സിദ്ദിഖാണ്, നിങ്ങളുടെ നേതാവാണ് പറയുന്നത്. നിങ്ങൾ പിരിച്ച കാശ് എവിടെ? ആപ്പ് എവിടെ? പൈസ പിരിച്ച സിദ്ദിഖ് തന്നെ സാക്ഷ്യപ്പെടുത്തി. സിദ്ദിഖിനെ ഒന്ന് വിളിച്ചു ചോദിക്കൂ. സേനാപതി, സിദ്ദിഖിനെ ഒന്ന് വിളിച്ചു. സേനാപതി, അത് വേറെ ഒരു തർക്കവും, അതിൽ തർക്കവും ചർച്ചയൊന്നും വേണ്ട. നിങ്ങൾ ആ കൽപ്പറ്റ MLA ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ വീഡിയോ പ്രേംകുമാർ പറഞ്ഞ നമ്മളെല്ലാം കണ്ട വളരെ സന്തോഷത്തോടെ സന്തോഷമാവും. അടുത്ത മാസം ആ വീഡിയോകൾ കൊടുക്കുകയാണ്. ശ്രീ
ആയിക്കോട്ടെ. ശ്രീ ജയചന്ദ്രൻ, ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു ഘട്ടം ഇപ്പോൾ 19 കഴിഞ്ഞ് 25 പിന്നീട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, അകത്തേക്ക് പോകാൻ പോകുന്നു എന്നൊരു വലിയ വ്യാഖ്യാനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ 19 നിന്ന് പുറകോട്ടാണ് പോകുന്നത്. UDF ഭരണസമിതികൾ കാട്ടിയിട്ടുള്ള കടുംവെട്ട് കൊള്ളയുടെ കൂടുതൽ അപകടങ്ങൾ വരുന്നുണ്ട്. മാധ്യമങ്ങളുടെ അടക്കം ജഡ്ജിമെന്റ് പാളിപ്പോകുന്നു. അല്ല, ഹൈക്കോടതി ചുരുക്കി. അന്വേഷിക്കാൻ പറഞ്ഞല്ലോ, അവിടെ തന്നെ തീർന്നില്ലേ? ഇവിടെ ഈ ആദ്യം 19 മുതൽ 25 വരെയും പിന്നെ 14 മുതൽ 25 വരെ ആക്കി, പിന്നെ ഇപ്പോൾ 2004 മുതൽ 25 വരെ അന്വേഷണം. അതും കഴിഞ്ഞ് ഇന്നലെ കോടതി പറയുന്നത് 98 മുതൽ 25 വരെ ആക്കി അന്വേഷണം ഇപ്പോൾ. അപ്പോൾ ടോട്ടൽ അന്വേഷിക്കുകയാണെന്ന് വിജയമല്യ കൊടുത്ത സമയമുള്ള അന്വേഷണമൊക്കെ വരിക വരട്ടെന്ന്. ഇവിടെ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ യാതൊന്നും പിന്നെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അതങ്ങനെയല്ല ഇവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ വലതുപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് ഒരു അവിടുന്ന് ലീക്കേജ് തുടങ്ങുന്നേ ഉള്ളൂ. അത് വൻതോതിൽ വരാൻ പോകുന്നു എന്ന് മാത്രം പറയുന്നു തൽക്കാലം. ശരി, ശ്രീ അനിൽകുമാർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. താങ്കളുടെ അവസാന നിരീക്ഷണം കൂടി. നേരത്തെ സേനാപതിയും അതെ, എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ആദ്യം ഈ അന്വേഷണം മുഴുവൻ ഹൈക്കോടതി നേരിട്ട് നടത്തുകയാണ്. ഇതിലൊന്നും പിണറായി വിജയന് പങ്കില്ലാത്തത് കൊണ്ടാണ് പത്മകുമാറൊക്കെ ജയിലിൽ പോയത്. ഇതായിരുന്നു കോൺഗ്രസിൻ്റെ വാദം. ഇപ്പം എന്താ പറയുന്നത്? ഹൈക്കോടതിയെ കേരളത്തിൻ്റെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ ഹൈക്കോടതിക്കെതിരെ കോൺഗ്രസ് തിരിഞ്ഞിരിക്കുന്നു? ആദ്യത്തെ വാദം എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ് രക്ഷകൻ. ഇപ്പം എന്താ പറയുന്നത്? ഹൈക്കോടതി ശിക്ഷകൻ. എന്താ അതിന് കാരണം? പിടിക്കപ്പെട്ടത് കോൺഗ്രസ്സാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ബോബ് വരുന്നു എന്ന് പറഞ്ഞു സതീശൻ. ബോബ് വന്ന ബോബ് സതീശൻ്റെ നെറ്റിയിൽ തന്നെ പൊട്ടുകയാണ്. അതാണ് ഇപ്പോൾ അജയ് തറയിലിൻ്റെ വേവലാതിക്ക് കാരണം. ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ ഒരു തരി സ്വർണം വാങ്ങിച്ചിട്ടില്ല? ഏത് അജയ് തറയിൽ സ്വർണത്തിൻ്റെ കണക്ക് പറയുകയാണ്. തത്ത പറയുന്ന പോലെ നാട്ടുകാരുടെ മുന്നിൽ കണക്ക് പറയാൻ നിർബന്ധിതനായി. തത്ത പറയുന്ന പോലെ കേരളത്തിന് മുന്നിൽ പറയിപ്പിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞതാണിത്, ഇന്ന് വീണ്ടും പറയുന്നു. കോൺഗ്രസ്സിന് ഉത്തരം പറയണം. ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ചതിന്, ഞങ്ങളെ അപമാനിച്ചതിന്, ഞങ്ങൾക്കെതിരെ പാരടിപ്പാട്ടുണ്ടാക്കിയതിന്, ഈ കേരളത്തിലെ 10 കൊല്ലത്തെ ഇടതുപക്ഷ സർക്കാരിനെ അപമാനിക്കാൻ ശബരിമലയെ ഒരു സുവർണാവസരമാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിച്ചതിന് കോൺഗ്രസ് ഉത്തരം പറയണം. പറഞ്ഞേ മതിയാവും. ശരി, ഏതായാലും വളരെ ശക്തമായ ഒരു ചർച്ചയായി, വിഷയമായി, ആളുകളുടെ വലിയ സംസാരമായി വിഷയം മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് പെടാപ്പാടുപെടുകയാണ്, വിയർക്കുകയാണ്. കാരണം അത്ര വലിയ ചോദ്യങ്ങളും സംശയവും ചോദിച്ചത് ഹൈക്കോടതി തന്നെയാണ്. ആ ചോദ്യങ്ങളുടെ പുറത്ത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അങ്ങനെ വന്നപ്പോൾ ഹൈക്കോടതിയെ തന്നെ തള്ളിപ്പറയുകയും സംശയിക്കും വിധത്തിലേക്ക്, കാരണം ഹൈക്കോടതിയെ SIT തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന നിലയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മാറുന്ന സാഹചര്യം. പ്രതിപക്ഷ നേതാവിന് ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കാൻ കഴിയാത്ത വിധം വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന അവസ്ഥ വരുന്നു. 2004 മുതൽ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ സ്വാധീനം എങ്ങനെ വർദ്ധിപ്പിച്ചു, എങ്ങനെ ഈ തട്ടിപ്പുകൾക്ക് കളമൊരുങ്ങി, അതിന് ആരൊക്കെയാണ് അതിന് വലിയ ഒത്താശ ചെയ്തു കൊടുത്തത് എന്നതൊക്കെ അന്വേഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അതിശക്തമായി മാറുന്നു. അതിനാകെ വേദി ഒരുങ്ങി മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതി ആകട്ടെ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയും പൊതുവായ നടപടികളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് തന്നെ അതിശക്തമായി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ പ്രതികൂട്ടിലാവുന്നത്, കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്നതും ശബരിമലയുടെ കാര്യത്തിൽ അവിടെയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.